Good morning, all. Good morning, ma'am. Good morning, ma'am. എല്ലാവരും ജോയിൻ ചെയ്തേണ്ട 26 ആയിട്ടുള്ളൂ. ഓക്കെ, തുടങ്ങാം നമുക്ക്. കേൾക്കണില്ലേ? Yes, ma'am. Start here. ഓക്കെ. കഴിഞ്ഞ ക്ലാസ്സിൽ എടുത്തിട്ട് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടാ? നിങ്ങൾക്ക് മനസ്സിലാവാത്തത് എന്താ? കഴിഞ്ഞ ക്ലാസ്സിൽ എങ്ങനെയുണ്ട്? കറക്റ്റ് അല്ലേ? കഴിഞ്ഞ ക്ലാസ്സിൽ എടുത്തതൊക്കെ മനസ്സിലായില്ലേ? ഡൗട്ട് ഒന്നുമില്ല എല്ലാവർക്കും? ഓക്കെ, നമുക്ക് എടുക്കാം. കുറച്ചൊരു സ്പീഡിൽ പോകൂട്ടാ, കാരണം നമ്മുടെ പോർഷൻസ് ഒക്കെ സ്ലോയിലാ പോണത്. എടുത്ത് തീർന്നിട്ടില്ല. നിങ്ങൾക്ക് എക്സാമിന് ഇതെല്ലാം എടുത്ത് തീർന്നു കഴിഞ്ഞാൽ നമുക്ക് റിവിഷൻ തുടങ്ങാം. നമുക്ക് ക്വസ്റ്റ്യൻസ് ഒക്കെ ഡിസ്കസ് ചെയ്യാൻ പറ്റും. അപ്പൊ അതുകൊണ്ട് നമ്മൾ കുറച്ചൊരു ഇത്തിരി സ്പീഡിൽ പോകും. എന്നാലും മനസ്സിലായില്ലെങ്കിൽ നിങ്ങൾ പറഞ്ഞോ. ഓക്കെ, സ്ക്രീൻ ഷെയർ ചെയ്യാം. നമ്മള് ട്രാൻസ്ഫർ ടു ആൻ എക്സ്റ്റന്റ് കെയർ ഫെസിലിറ്റി അത് കഴിഞ്ഞു ഇല്ലേ? ഇനി എടുക്കേണ്ടത് കീ എലമെന്റ്സ് ഫോർ ട്രാൻസ്ഫർ ക്രിട്ടിക്കൽ ഇൻപേഷ്യന്റ്. അതല്ലെങ്കിൽ നമ്മൾ എടുക്കേണ്ട അല്ലേ?
ഓക്കെ. 28 കൗണ്ട് വളരെ കുറവാണല്ലോ. രാവിലെ തന്നെ ഇത്രയും പേര് കുറവാണ്. ഉച്ച കഴിഞ്ഞാണെങ്കിൽ ഓക്കെ. ഇന്ന് ശിശുദിനായതുകൊണ്ട് എന്തെങ്കിലുമൊക്കെ പ്രോഗ്രാം ഉണ്ടാവല്ലേ എല്ലാവർക്കും? പ്രോഗ്രാംസ് ഒക്കെ ഉണ്ടാ ശിശുദിനായതുകൊണ്ട്? ഓക്കെ, നമുക്കപ്പോ തുടങ്ങാം. Key elements for transfer of critical ill patients. നമ്മൾ ഇത്ര നേരം പഠിച്ചു ഒരു പേഷ്യന്റിനെ ഹോസ്പിറ്റലിൽ അതേ ഫെസിലിറ്റി ഉള്ള ഹോസ്പിറ്റലിലോട്ട് ട്രാൻസ്ഫർ ചെയ്യണത് പഠിച്ചു. പിന്നെന്താ, വേറെ ഹോസ്പിറ്റലിലോട്ട് അനദർ ഹോസ്പിറ്റലിലോട്ട് ട്രാൻസ്ഫർ ചെയ്യണതും നമ്മൾ പറഞ്ഞു. അതിന്റെ എന്തെല്ലാം കാര്യങ്ങളാണ്, എന്തെല്ലാം നമ്മൾ ശ്രദ്ധിക്കണം, എങ്ങനെയാണ് നമ്മൾ ട്രാൻസ്ഫർ ചെയ്യണേ എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു. ഇനി നമ്മൾ പറയേണ്ടത് key elements for transfer of critical inpatient. ഭയങ്കര സീരിയസ് ആയ, ഭയങ്കര എമർജൻസി ആയ, സീരിയസ് ആയ പേഷ്യന്റിനെ എങ്ങനെയാണ് ട്രാൻസ്ഫർ ചെയ്യണേ അതിന്റെ കാര്യങ്ങൾ, അതിന്റെ എലമെന്റ്സ് എന്താണെന്നുള്ളത് നമുക്ക് നോക്കാം. 4 എലമെന്റ്സ് പറഞ്ഞിട്ടുണ്ട്. നമുക്ക് സിമ്പിൾ ആണ്, പെട്ടെന്ന് മനസ്സിലാവും. ഇമ്പോർട്ടന്റ് ആയ കാര്യങ്ങളൊക്കെ ഞാൻ പറയും, അത് നിങ്ങൾ അണ്ടർലൈൻ ചെയ്യാം. ഞാൻ സ്പീഡിൽ പോകുമ്പോ ക്വസ്റ്റ്യൻസ് വരാൻ സാധ്യതയുള്ള കാര്യങ്ങളൊക്കെ പറയും, നിങ്ങൾ നോട്ട് ചെയ്താൽ മതി. ഒന്നാമത്തേത് ഡിസിഷൻ ടു ട്രാൻസ്ഫർ ആൻഡ് കമ്മ്യൂണിക്കേഷൻ. എന്താ പറഞ്ഞേ? ഡിസിഷൻ ടു ട്രാൻസ്ഫർ ആൻഡ് കമ്മ്യൂണിക്കേഷൻ. ഒരു പേഷ്യന്റിനെ നമുക്ക് ട്രാൻസ്ഫർ ചെയ്യാനായിട്ട് നമുക്ക് എന്തിന്റെ ഡിസിഷൻ എടുക്കണം? കമ്മ്യൂണിക്കേഷൻ. ട്രാൻസ്ഫർ ചെയ്യാനും അതിന്റെ കമ്മ്യൂണിക്കേഷൻ ചെയ്യാനും നമ്മൾ അതിന് തീരുമാനങ്ങളുണ്ട്, ഡിസിഷൻ എടുക്കണം. അപ്പൊ ഡിസിഷൻ എടുക്കണം എന്തിനൊക്കെ? ട്രാൻസ്ഫർ ആൻഡ് കമ്മ്യൂണിക്കേഷൻ. അവരായിട്ടുള്ള ആശയവിനിമയത്തിനും ട്രാൻസ്ഫർ ചെയ്യാനും കൈമാറ്റം ചെയ്യാനും നമ്മൾക്ക് ഡിസിഷൻ എടുക്കേണ്ട കാര്യമുണ്ട്. എന്താ ഡിസിഷൻ എന്ന് നമുക്ക് നോക്കാം. ദ ഡിസിഷൻ ടു ഷിഫ്റ്റ് ദ പേഷ്യന്റ് ഈസ് ഇമ്പോർട്ടന്റ് vulnerability of exposure of the patient and the staff to extra risk and extra expense for the relatives and the hospital. എന്താ പറഞ്ഞേ? നമ്മൾക്കൊരു തീരുമാനം എടുക്കണം. പേഷ്യന്റ് എന്തുകൊണ്ടാണ് ഹോസ്പിറ്റലിൽ നിന്ന് വേറെ ഹോസ്പിറ്റലിലോട്ട് പോണത്, നമ്മൾ അവരോട് സംസാരിക്കണം. പേഷ്യന്റ് എന്താ പോണത് എന്ന് വെച്ചാൽ നമ്മൾ അത് സംസാരിച്ച് ഉറപ്പുവരുത്തണം. അതാണ് കമ്മ്യൂണിക്കേഷൻ ചെയ്യണം എന്ന് പറഞ്ഞത്. അപ്പൊ എന്താ നമ്മുടെ തീരുമാനം എടുത്തത്? ഡിസിഷൻ നമ്മൾ തീരുമാനിച്ചു. ടു ഷിഫ്റ്റ് ദ പേഷ്യൻസ് ഈസ് ഇമ്പോർട്ടന്റ് വൾനറബിലിറ്റി എന്ന് വെച്ചാൽ എന്താ ദുർബല, വീക്കായത്, വീക്ക്നെസ് അല്ലെങ്കിൽ ദുർബലത എന്ന് വെച്ചാൽ ടു ഓഫ് എക്സ്പ്ലോഷർ. നമ്മൾ ഇവരായിട്ട് സമ്പർക്കം ചെയ്യുമ്പോൾ, പേഷ്യൻസ് ആയിട്ട് സമ്പർക്കം ചെയ്യുമ്പോൾ നമ്മൾക്ക് പേഷ്യൻസിനെ മനസ്സിലാക്കും. പേഷ്യൻസിന്റെ അവർക്ക് എന്താണ് ഭയങ്കര ക്ഷീണമാണോ, ഭയങ്കര അവരുടെ ദുർബലത, അവർക്ക് എന്താണ് ബുദ്ധിമുട്ട് എന്നുള്ളത് നമ്മൾ എന്ത് ചെയ്യും? പേഷ്യൻസ് മനസ്സിലാക്കും. അതുപോലെ തന്നെ ദ പേഷ്യന്റ് ആൻഡ് ദ സ്റ്റാഫ് എക്സ്ട്രാ റിസ്ക് ആൻഡ് എക്സ്ട്രാ എക്സ്പെൻസസ് ഫോർ റിലേറ്റീവ്സ് ആൻഡ് ദ ഹോസ്പിറ്റൽ. നമ്മൾ രോഗിക്ക്, പേഷ്യൻസിനും അവിടത്തുള്ള സ്റ്റാഫിനും നമുക്ക് മനസ്സിലാവും ഈ പേഷ്യൻസ് ഇവിടെ കിടന്ന എക്സ്ട്രാ റിസ്ക്, കൂടുതൽ അപകടമാണ്, എക്സ്ട്രാ റിസ്ക് ആണ്. അതുപോലെ തന്നെ ചിലവർ പോണത് എന്തായിരിക്കും? വലിയ വലിയ ഹോസ്പിറ്റൽ ആകുമ്പോ എക്സ്ട്രാ എക്സ്പെൻസ് വരും. എക്സ്ട്രാ എക്സ്പെൻസ് ഭയങ്കര കൂടുതൽ ചെലവായിരിക്കും. വലിയ വലിയ ഹോസ്പിറ്റലില് ഒരു ചെറിയ ഇഞ്ചക്ഷന് പോലും ഭയങ്കര ക്യാഷ് ആയിരിക്കും. അവിടുത്തെ ട്രീറ്റ്മെന്റിന് പോലും ഭയങ്കര ക്യാഷ് ആയിരിക്കും. ചിലവർ എന്ത് ചെയ്യും? എത്ര ട്രീറ്റ്മെന്റ് ക്യാഷ് ആയാലും വേണ്ടില്ല, അവരെ രക്ഷിച്ചാൽ മതി എന്ന് വിചാരിക്കും. പക്ഷെ സിമ്പിൾ ആയിട്ട് കാശ് കുറവുള്ള ഹോസ്പിറ്റലിൽ നോക്കിയിട്ട് നമ്മൾ എന്ത് ചെയ്യും? മെഡിക്കൽ കോളേജ് ഒക്കെ പോവുകയാണെങ്കിൽ അവിടെ എന്താണ്? അവിടെ ഫീസ് കാശ് ഒന്നുമില്ല. ചില മരുന്നുകൾക്ക് മാത്രമേ പുറത്തുനിന്നുള്ളൂ, ബാക്കിയൊക്കെ അവിടെ ഫ്രീ ആണ്, മെഡിക്കൽ കോളേജ് പോലുള്ള ഹോസ്പിറ്റലൊക്കെ. അപ്പൊ ഈ വലിയ വലിയ ഹോസ്പിറ്റലിൽ ചെല്ലുന്ന പേഷ്യൻസ് എന്താ, നമ്മൾ ആ പേഷ്യൻസിനെ കാണുമ്പോൾ തന്നെ പേഷ്യൻസിന് നമുക്ക് മനസ്സിലാവും, അവിടുത്തെ സ്റ്റാഫിനും പേഷ്യൻസിനും തമ്മിൽ ഒരു കമ്മ്യൂണിക്കേഷൻ ഉണ്ടാവും. അപ്പൊ തന്നെ ആ സ്റ്റാഫിന് മനസ്സിലാവും ഈ പേഷ്യൻസിന് കുറച്ച് പാവപ്പെട്ട പേഷ്യന്റ് ആണ്, ഈ പേഷ്യന്റ് ഈ ഹോസ്പിറ്റലിൽ കിടന്നാല് ഈ പേഷ്യന്റിന് ഇവിടുത്തെ ബില്ലടക്കാനാ, ഇവിടുത്തെ ഫെസിലിറ്റി ആയിട്ട് കണ്ടിന്യൂ ചെയ്ത് പോകാൻ ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് ഇവർക്ക് നല്ല ഹോസ്പിറ്റല്, മെഡിക്കൽ കോളേജിലൊക്കെ പറയുമ്പോൾ അവിടുത്തെ ഡോക്ടേഴ്സ് എങ്ങനെയായിരിക്കും? നല്ല എക്സ്പെർട്ട് ആയ ഡോക്ടേഴ്സ് ആയിരിക്കും. അവർ ഗവൺമെന്റിൽ പഠിച്ചു, ഗവൺമെന്റിൽ ജോലി ചെയ്യുന്ന മെഡിക്കൽ കോളേജൊക്കെ ഹോസ്പിറ്റലിൽ നല്ല എക്സ്പെർട്ട് ആയ ഡോക്ടർമാരായിരിക്കും. പക്ഷെ അവിടെ ഭയങ്കര കാശ് കുറവായിരിക്കും, ഫ്രീ ആയിട്ട് ഓപ്പറേഷൻ ചെയ്യണ്ട്, അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പൊ അങ്ങനെയൊക്കെയുള്ള ഇതാവുമ്പോൾ നമ്മൾ പേഷ്യൻസിന് നമുക്ക് മനസ്സിലാവും, അവിടുത്തെ സ്റ്റാഫിന് മനസ്സിലാവും. പിന്നെ അതല്ല, വേറൊരെണ്ണം പറഞ്ഞു റിസ്ക്, എക്സ്ട്രാ റിസ്ക് എന്ന് പറഞ്ഞാൽ എന്താ?
അപകടം ഭയങ്കര, ഈ പേഷ്യന്റിന് ഇവിടെ ഇത്രയും ഫെസിലിറ്റി ഉള്ളൂ, ഈ പേഷ്യന്റ് ഇവിടെ കിടന്നാൽ ഇനി കൂടുതൽ ഒന്നും കൂടി അപകടാവസ്ഥയിൽ പോകും, അതുകൊണ്ട് ഈ പേഷ്യന്റിനെ നമുക്ക് എന്ത് ചെയ്യാം, വലിയ ഹോസ്പിറ്റലിലോട്ട് ഷിഫ്റ്റ് ചെയ്യാം. അതിന് വേണ്ടിയിട്ടായാലും പേഷ്യന്റിനെ നമ്മൾ ഷിഫ്റ്റ് ചെയ്യും. അതാണ് ഫസ്റ്റ് പോയിന്റ് പറഞ്ഞത്. ദ ഡിസിഷൻ, തീരുമാനം എടുക്കണം. ആരാ? ഷിഫ്റ്റ് ടു ദ പേഷ്യന്റ് ഈസ് ഇമ്പോർട്ടന്റ് വൾനറബിലിറ്റി ഓഫ് എക്സ്പ്ലോഷൻ ഓഫ് ദ പേഷ്യന്റ്. പേഷ്യൻസിന്റെ അവര് തീരുമാനം എടുക്കണം. പേഷ്യൻസിന്റെ അവസ്ഥ, അവര് സമ്പർക്കം, പേഷ്യൻസ് ആയിട്ട് ഒരു കോണ്ടാക്ട് ഉണ്ടാവുമ്പോൾ എക്സ്പ്ലോഷൻ എന്ന് വെച്ചാൽ എന്താ, സമ്പർക്കം പുലർത്തുക, ആ ഒരു പരിചയം ഇതാവുന്നു. പിന്നെ വൾനറബിലിറ്റി എന്ന് വെച്ചാൽ എന്താ, വൾനറബിലിറ്റി എന്ന് വെച്ചാൽ വീക്ക്നെസ്, ദുർബലമായത്. അപ്പൊ നമ്മൾ പേഷ്യൻസിനായിട്ട് നമ്മൾ നിൽക്കുമ്പോ പേഷ്യൻസിന് നമുക്ക് മനസ്സിലാവും ഈ പേഷ്യൻസിന് കുറച്ച് അവസ്ഥകളൊക്കെ മോശമാണ് എന്ന് നമ്മൾ മനസ്സിലാവുമ്പോ തന്നെ നമ്മൾ തീരുമാനിക്കും പേഷ്യന്റിനെ ഷിഫ്റ്റ് ചെയ്യാം. ഡിസിഷൻ ഷിഫ്റ്റ് ഓഫ് ദ പേഷ്യന്റ്. പിന്നെന്താ, അവിടുത്തെ സ്റ്റാഫ്, പിന്നെന്താ, എക്സ്ട്രാ റിസ്ക് ആൻഡ് എക്സ്ട്രാ എക്സ്പെൻസ്. എക്സ്ട്രാ റിസ്ക് എന്താ, എന്തിനു വേണ്ടിയിട്ടാ? അവിടെ കിടന്ന കൂടുതൽ അപകടം ഉണ്ടാവും, അല്ലെങ്കിൽ എക്സ്ട്രാ എക്സ്പെൻസ്, അവിടുത്തെ കാശ്, അവിടുത്തെ എക്സ്പെൻസ് എല്ലാവർക്കും താങ്ങാൻ പറ്റില്ല. സാധാരണക്കാർക്ക് പറ്റാവുന്നേക്കാളും ഭയങ്കര എക്സ്പെൻസ് ആയിരിക്കും വരുന്നത്. അപ്പൊ അതിനേക്കാളും ഫോർ റിലേറ്റീവ്സ് ആൻഡ് ഹോസ്പിറ്റൽ, അപ്പൊ നമ്മൾ എന്ത് ചെയ്യും, ആ ഹോസ്പിറ്റലിൽ പേഷ്യൻസും പേഷ്യൻസിന്റെ റിലേറ്റീവ്സിനോടും പറഞ്ഞ് സംസാരിച്ച് ഒരു ഡിസിഷൻ എടുക്കും. അതാണ് ഒന്നാമത്തെ ഡിസിഷൻ. ഓക്കെ, നിങ്ങൾ ഇവിടെ അണ്ടർലൈൻ ചെയ്യേണ്ട പോയിന്റ് ആണ് വൾനറബിലിറ്റി ഓഫ് എക്സ്പ്ലോഷർ. നമ്മൾ എന്താണ് പേഷ്യൻസിന്റെ നമ്മൾ കാണുന്നത്, ഇമ്പോർട്ടന്റ് ആയിട്ട് പ്രധാനമായിട്ട് നമുക്ക് തീരുമാനം എടുക്കുന്നത് ആ പേഷ്യന്റിന്റെ അവസ്ഥയാണ്. അതാണ് പറഞ്ഞത് വൾനറബിലിറ്റി ഓഫ് എക്സ്പ്ലോഷർ. അത് അണ്ടർലൈൻ ചെയ്തോ. പിന്നെന്താ, എക്സ്ട്രാ റിസ്ക് ആൻഡ് എക്സ്ട്രാ എക്സ്പെൻസ്. ആ ഹോസ്പിറ്റലിൽ മെയിൻ ആയിട്ട് നമ്മൾ രണ്ട് കാരണമാണ്, എക്സ്ട്രാ റിസ്ക് ആൻഡ് എക്സ്ട്രാ എക്സ്പെൻസസ്. ആ രണ്ട് പോയിന്റും അണ്ടർലൈൻ ചെയ്യാം. ഓക്കെ, എല്ലാവരും ചെയ്താ? മനസ്സിലാവണില്ലേ നിങ്ങൾക്ക്? മനസ്സിലാവുന്നില്ലേ? ഹലോ, യെസ് മാം. ഓക്കെ. അപ്പൊ രണ്ട് പോയിന്റ് ഇതിൽ ഇമ്പോർട്ടന്റ് ഉള്ളൂ. നമ്മൾ പേഷ്യൻസിന്റെ എന്താ, പേഷ്യൻസ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യണം, വൾനറബിലിറ്റി ഓഫ് എക്സ്പ്ലോഷൻ, അവരുടെ ആ ഒരു സമ്പർക്കം നമ്മൾ ചെയ്യാം. അതുപോലെ തന്നെ രണ്ട് കാരണം കൊണ്ടാണ് നമ്മൾ ഡിസിഷൻ എടുക്കുന്നത്, എക്സ്ട്രാ റിസ്ക് ആൻഡ് എക്സ്ട്രാ എക്സ്പെൻസസ്. അത് കൂടുതൽ ചെലവുണ്ടാവാം, ചിലപ്പോ ആ പേഷ്യന്റിന് അവിടെ നിന്ന് കിടന്നാല് ഒരുപാട് എക്സ്ട്രാ അപകടങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് വേണമെങ്കിൽ ഷിഫ്റ്റ് ചെയ്യാം, അല്ലെങ്കിൽ കൂടുതൽ ക്യാഷ് ഇവിടെ വരും എന്ന് വിചാരിച്ച് വേണമെങ്കിൽ നമുക്ക് ഷിഫ്റ്റ് ചെയ്യാം. രണ്ട് കാരണം കൊണ്ടാണ് നമ്മൾ ഷിഫ്റ്റ് ചെയ്യുന്നത്. നെക്സ്റ്റ് എന്താ, the decision to transfer the patient is decided by a senior consultant level doctor by way of discussion with the patient relatives about the benefits and risk involved. എന്താ പറഞ്ഞേക്കണേ, നമ്മൾ പറഞ്ഞു ഡിസിഷൻ എടുക്കണം. ഒന്നാമത്തെ ഡിസിഷൻ നമ്മൾ എടുത്തു, നമ്മൾക്ക് മനസ്സിലായി ഇവിടെ ക്യാഷ് കൂടുതലാണ്, അല്ലെങ്കിൽ ഇവിടെ കൂടുതൽ അപകടം വരും, ഈ പേഷ്യന്റിന് അതിനുള്ള ഫെസിലിറ്റി ഹോസ്പിറ്റലിൽ ഇല്ല എന്ന് വിചാരിച്ചു നമ്മൾ ഒന്നാമത്തെ തീരുമാനം. പിന്നെ നമ്മളിങ്ങനെ തീരുമാനം എടുത്തു കഴിഞ്ഞാൽ മാത്രം പോരാ. ദ ഡിസിഷൻ ടു ട്രാൻസ്ഫർ ദ പേഷ്യന്റ് ഡിസൈഡഡ്. നമ്മൾക്ക് ഇത് തീരുമാനം എടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഇത് ആരറിയിക്കണം, സീനിയർ കൺസൾട്ടന്റ് ലെവൽ ഡോക്ടർ എന്ന് വെച്ചാൽ ആരാ, സീനിയർ കൺസൾട്ടന്റ്. ആ പേഷ്യന്റിനെ ഏത് ഡോക്ടറാണോ കൺസൾട്ട് ചെയ്യണത് അതിന്റെ സീനിയർ, ഏത് പേഷ്യന്റ്, ആ പേഷ്യന്റിനെ ഏത് ഡോക്ടറാണോ കൺസൾട്ട് ചെയ്യണത് അതിന്റെ സീനിയർ ഡോക്ടർ തരത്തിലുള്ള ഡോക്ടർമാരാണ് ഇത് തീരുമാനം എടുക്കുന്നത്. അണ്ടർലൈൻ ചെയ്യാം. നമ്മൾ ഒരു പേഷ്യന്റിനെ ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ ആരാ ഡിസൈഡ് ചെയ്യണേ, എ സീനിയർ കൺസൾട്ടന്റ്. ആരാ, സീനിയർ കൺസൾട്ടന്റ്. പിന്നെ നമ്മൾ എന്ത് ചെയ്യും, അവർ തീരുമാനം എടുത്തു. തീരുമാനം എന്തിന്റെ അടിസ്ഥാനത്തിലാണ് തീരുമാനം എടുക്കുന്നത്, ബൈ വേ ഓഫ് ഡിസ്കഷൻ. അവര് ഡിസ്കഷൻ ചെയ്യും, അവര് പരസ്പരം സംസാരിക്കും. ആരായിട്ട്, പേഷ്യൻസ് ആൻഡ് റിലേറ്റീവ്സ് അബൌട്ട് ദ ബെനിഫിറ്റ്സ് ആൻഡ് റിസ്ക് ഇൻവോൾവ്ഡ്. പേഷ്യൻസിന്റെ റിലേറ്റീവ് ബന്ധുക്കളുണ്ട്, ആ പേഷ്യൻസിന്റെ ബന്ധുക്കളോട് സീനിയർ കൺസൾട്ടന്റ് പറയൂ. എന്താ പറയാ, ഈ ഹോസ്പിറ്റലില് ബെനിഫിറ്റ്സ്, ഇവിടെ കിടന്നാൽ നിങ്ങൾക്ക് ഇത്രയും ബെനിഫിറ്റ്സ് ഉണ്ടാവില്ല, നിങ്ങൾക്ക് പുറത്തേക്ക് പോയാൽ അതിൻ്റെതായ കൂടുതൽ ഫെസിലിറ്റി കിട്ടും, കൂടുതൽ ബെനിഫിറ്റ്സ് കിട്ടും എന്നും അതിന്റെ റിസ്ക്, അപകടങ്ങളെ കുറിച്ചും ആർക്ക് പറഞ്ഞു കൊടുക്കും, പേഷ്യൻസിന്റെ റിലേറ്റീവ്സിന് പറഞ്ഞു കൊടുക്കൂ. ആരാ, സീനിയർ കൺസൾട്ടന്റ്. ആരാ പറഞ്ഞു കൊടുക്കാം, സീനിയർ കൺസൾട്ടൻസ്. ആരുടെ, അവരാണല്ലോ പേഷ്യന്റ്. ആ പേഷ്യന്റിന്റെ
ആ പേഷ്യൻസിനെ പരിചരിക്കുന്ന ഏത് ഡോക്ടറാണോ അവരുടെ സീനിയർ പറഞ്ഞു കൊടുക്കൂ ഇങ്ങനെ കാര്യങ്ങൾ. നിങ്ങൾ ഹോസ്പിറ്റലിൽ കിടന്നാൽ നിങ്ങൾക്ക് ഇവിടെ ഉള്ള ട്രീറ്റ്മെന്റ് പോരാ, ഇവിടെ അതിനുള്ള ഫെസിലിറ്റീസ് ഇല്ല, അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഇന്ന സ്ഥലത്തോട്ട് കൊണ്ടുപോകാം, അപകടമാണ്. പിന്നെ അത് പറയാം. പിന്നെന്താ പറയാ, എക്സ്ട്രാ എക്സ്പെൻസ് നമ്മൾ പറഞ്ഞു. അപ്പൊ നിങ്ങൾ അവരോട് പറയൂ, നിങ്ങൾ ഈ ഹോസ്പിറ്റലിൽ നിന്ന് മെഡിക്കൽ കോളേജിലോട്ട് കൊണ്ടുപോയാൽ നിങ്ങൾക്ക് ഇത്രയും ബെനിഫിറ്റ്സ് കിട്ടും. ഇവിടെ ഇത്രയും എക്സ്പെൻസ് ആവും, പക്ഷെ അവിടെ അത്ര ആവില്ല. മെഡിക്കൽ കോളേജ് ആയതുകൊണ്ട് അവിടെ എല്ലാ ട്രീറ്റ്മെന്റും ഉണ്ട്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ അങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്തോ എന്ന് ഈ സീനിയർ കൺസൾട്ടന്റ് പേഷ്യൻസിന്റെ റിലേറ്റീവ്സിനോട് പറയൂ. ഓക്കെ, അങ്ങനെ 2 തീരുമാനങ്ങൾ എടുത്തു. നെക്സ്റ്റ് എന്താ, a written and informed consent of the patient's relatives along with the reason to transfer is compulsory before the transfer. എന്താ, നമ്മളപ്പോ തീരുമാനമൊക്കെ എടുത്തു, ഡോക്ടർ നമ്മളോട് സംസാരിച്ചു, നമ്മൾ എന്ത് പറഞ്ഞു, ഓക്കെ ഞങ്ങള് ഷിഫ്റ്റ് ചെയ്യാൻ പോവുകയാണ്, പേഷ്യന്റിന് ഇവിടുന്ന് കൊണ്ടുപോവുകയാണ്. പക്ഷെ വെറുതെ കൊണ്ടുപോകാൻ പറ്റുമോ? പറ്റില്ല. അതിനെന്ത് വേണം, ട്രാൻസ്ഫർ ചെയ്യുന്നതിന് മുമ്പ് റിട്ടൺ ഇൻഫോംഡ് കൺസെന്റ്. ട്രാൻസ്ഫർ പേഷ്യന്റിനെ കൊണ്ടുപോകുന്നതിന് മുമ്പ് നമ്മൾ എന്ത് വേണം, റിട്ടൺ കൺസെന്റ് വേണം. പേഷ്യന്റ് കൺസെന്റ് എഴുതി ഒപ്പിടണ്ടേ, വെറുതെ കൊണ്ടുപോകാൻ പറ്റുമോ? അപ്പൊ ട്രാൻസ്ഫർ ചെയ്യുന്നതിന് മുമ്പ് പേഷ്യൻസ് അല്ലെങ്കിൽ അവരുടെ റിലേറ്റീവ്സ് രേഖാമൂലം സമ്മതം കൈമാറണം, കൺസെന്റ് ഒപ്പിടണം. അതാണ് 3ാമത്തെ പോയിന്റ്. ഒന്നൊടുങ്ങി പറയാം, റിട്ടൺ ആൻഡ് ഇൻഫോംഡ് കൺസെന്റ് പേഷ്യൻസ് റിലേറ്റീവ്സ്. പേഷ്യൻസിന്റെ റിലേറ്റീവ്സ് സമ്മതമാണ്, ഡോക്ടർ സംസാരിച്ചു, ഞങ്ങൾക്ക് സമ്മതമാണ്, ഇവിടുന്ന് പേഷ്യന്റിനെ കൊണ്ടുപോകാം എന്ന് പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം, കൺസെന്റ് എഴുതി റിട്ടൺ എഴുതി കൊടുക്കണം. എന്നിട്ട് ട്രാൻസ്ഫർ ഈസ് കമ്പൽസറി ബിഫോർ ദ ട്രാൻസ്ഫർ. ട്രാൻസ്ഫറിന് മുമ്പ് ഇത് ചെയ്യേണ്ടത് കമ്പൽസറി ആണ്. ഇവിടെ ഒരു ക്വസ്റ്റ്യൻസ് വരാൻ സാധ്യതയുണ്ട്. ഒരു പേഷ്യന്റിനെ ഹോസ്പിറ്റലിൽ നിന്ന് ട്രാൻസ്ഫർ ചെയ്യാൻ കമ്പൽസറി ആണെന്ന് പറഞ്ഞത് എന്താണെന്ന്. എന്താ, റിട്ടൺ ആൻഡ് ഇൻഫോംഡ് കൺസെന്റ്. അണ്ടർലൈൻ ചെയ്തിട്ടോ, റിട്ടൺ ആൻഡ് ഇൻഫോംഡ് കൺസെന്റ്. ഒരു പേഷ്യന്റിനെ നമ്മള് കമ്പൽസറി ആയിട്ട് ഡിസ്ചാർജ് ഇവിടുന്ന് ട്രാൻസ്ഫർ ആയി പേഷ്യന്റിനെ കൊണ്ടുപോകുന്നതിന് മുമ്പ് നമ്മൾ കമ്പൽസറി ആയിട്ട് ഫസ്റ്റ് എന്താ ചെയ്യണ്ടേ, കൺസെന്റ് എഴുതി ഒപ്പിടണം. ഇമ്പോർട്ടന്റ്, അത് അണ്ടർലൈൻ ചെയ്തിട്ടോ, റിട്ടൺ ആൻഡ് ഇൻഫോംഡ് കൺസെന്റ്. ഓക്കെ, കുഴപ്പമില്ലല്ലോ, ഇങ്ങനെ എടുത്താൽ മതിയാ? മനസ്സിലാവുന്നുണ്ടാ? സ്പീഡ് കൂടുന്നുണ്ടാ? സ്പീഡ് ഇല്ല. ഓക്കെ, നമ്മളെ എന്റെ പോർഷൻസ് ഒന്നും എടുത്ത് തീർന്നിട്ടില്ല. ഞാൻ ഇങ്ങനെ പതുക്കെ എടുക്കണ നിങ്ങളുടെ പോർഷൻസ് ഒന്നും തീർന്നിട്ടില്ല. നിങ്ങൾക്ക് ഇത്രയും ഇത് കഴിഞ്ഞിട്ട് 2-3 പോർഷൻസും കൂടി ഉണ്ട്. നമ്മൾ തീർന്നു കഴിഞ്ഞാൽ ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻസ് ഒക്കെ വന്നിട്ടുണ്ടല്ലോ, നിങ്ങൾ അത് മാത്രം പഠിച്ചാൽ മതി. നിങ്ങൾ അത് പഠിച്ചാൽ എന്തായാലും നിങ്ങൾക്ക് അതാ വരുള്ളൂ. അല്ലാണ്ട് വേറൊന്നും കുത്തിരുന്ന് ഇങ്ങനെ ബൈഹാർട്ട് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. മനസ്സിലാക്കിയാൽ മതി. ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്യണം, ഡിസിഷൻ എടുക്കണം. ആ ഡിസിഷൻ എങ്ങനെ എടുക്കും, അവരായിട്ടൊരു സമ്പർക്കത്തിൽ ഒരു നല്ലൊരു കമ്മ്യൂണിക്കേഷൻ ചെയ്തിട്ട് എടുക്കണം. പിന്നെ ഡിസിഷൻ എടുക്കുമ്പോ തന്നെ നമ്മൾ 2 കാര്യം ചിന്തിക്കണം, എക്സ്ട്രാ എക്സ്പെൻസും എക്സ്ട്രാ റിസ്കും. പിന്നെന്താ, നമ്മൾ തീരുമാനം എടുത്തു കഴിഞ്ഞാൽ നമ്മളോട് ആരാ സംസാരിക്കായിട്ട്, കൺസൾട്ട് ചെയ്യണ ഫിസിഷ്യൻ വന്ന് നമ്മളോട് എല്ലാ കാര്യവും സംസാരിക്കും. എന്തിനെ കുറിച്ചാ, ദ റിസ്ക് ആൻഡ് ബെനിഫിറ്റ്സ്. ഈ ഹോസ്പിറ്റലിൽ കിടന്നാലുള്ള അപകടവും ഇവിടുന്ന് പോയാൽ നിങ്ങൾക്ക് ഇത്രയും ബെനിഫിറ്റ്സ് കിട്ടും എന്നുള്ള കാര്യങ്ങള് നമ്മളോട് ഫിസിഷ്യൻ വന്ന് സംസാരിക്കും. നമ്മളത് സംസാരിച്ചതിന് ശേഷം നമ്മൾ എന്തെങ്കിലും ഒരു തീരുമാനം എടുത്തു, അത് കഴിഞ്ഞാൽ നമ്മൾ പോകാൻ തീരുമാനിച്ചു. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, അവരോടത്തുനിന്ന് ആ പേഷ്യൻസിന്റെ അല്ലെങ്കിൽ അവരുടെ റിലേറ്റീവ്സിന്റെ റിട്ടേൺ റിപ്പോർട്ട്സ് എഴുതിയെടുക്കണം, കൺസെന്റ്. അത്രേ ഉള്ളൂ. ഓക്കെ, അത് കമ്പൽസറി ആണ്. കമ്പൽസറി ബിഫോർ ദ ട്രാൻസ്ഫർ. ട്രാൻസ്ഫറിന് മുമ്പ് നമ്മൾ അത് ചെയ്യണം, അത് കമ്പൽസറി ആണ്. ഓക്കെ, ലാസ്റ്റ് പോയിന്റ് നമുക്ക് എന്താ നോക്കാം. Direct communication between the shifting and receiving facility should be by sharing complete information on the patient's clinical condition, treatment being given, reason for transfer, method of transfer and timeline of transfer in a written document. ഒന്നുമില്ല, എന്താ പറഞ്ഞേ, നമ്മൾ ഇങ്ങനെ ഡയറക്റ്റ് കമ്മ്യൂണിക്കേഷൻ, നമ്മൾ അവരോട് സംസാരിച്ചു. പേഷ്യൻസിനോട് എങ്ങനെ സംസാരിക്കണേ, ഡയറക്റ്റ് ആയിട്ട് നേരിട്ട് നമ്മൾ സംസാരിക്കണേ. എന്താ പേഷ്യന്റിനോട് നമ്മൾ സംസാരിക്കാം,
നമ്മൾ ആ പേഷ്യൻസിനോട് എന്തൊക്കെ സംസാരിക്കണം? ഷിഫ്റ്റ് ചെയ്യണ പേഷ്യന്റിനെ നമ്മള് ഷിഫ്റ്റിംഗ് ചെയ്യണം ഇവിടെ നിന്ന്. അപ്പൊ നമ്മൾ അവരോട് പറഞ്ഞ് മനസ്സിലാക്കി സംസാരിക്കുക. റിസീവിങ് ഫെസിലിറ്റി, നമ്മൾ ഈ ഏത് ഹോസ്പിറ്റലിലോട്ടാണോ നമ്മൾ അവിടെ സ്വീകരിക്കുന്നത്, റിസീവ് ചെയ്യണത്, അവിടത്തെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കുക. ഒന്നും അറിയാതല്ല നമ്മൾ ആ ഹോസ്പിറ്റലിൽ പോണത്. നമുക്കൊന്നും അറിയില്ല. നമ്മുടെ ഹോസ്പിറ്റലിനെ കുറിച്ച് കേട്ടിട്ടുള്ളൂ. മെഡിക്കൽ കോളേജ് എന്താണെന്നുള്ളത് നമുക്കറിയില്ല. എല്ലാവരും പറഞ്ഞു കേട്ടിട്ടുണ്ട്, മെഡിക്കൽ കോളേജിൽ കാശ് കുറവാണ്, ഇങ്ങനെയൊക്കെ അറിയാം. പക്ഷെ നമ്മൾ പോയിട്ടില്ല, നമുക്കൊന്നും അറിയില്ല. അപ്പൊ നമ്മൾ ഇവിടെ നിൽക്കണം ഹോസ്പിറ്റല്, നമ്മൾ ഏത് ഹോസ്പിറ്റലിലാണോ ട്രീറ്റ്മെന്റ് ചെയ്യണത് അവിടെ നിന്ന് അവരെന്ത് ചെയ്യും? നമ്മളോട് ഡയറക്റ്റ് കമ്മ്യൂണിക്കേഷൻ, നേരിട്ട് പറയുന്നത്. ഇതിനെ കുറിച്ചാ റിസീവിംഗ് ഫെസിലിറ്റി ഷുഡ് ബി ഷെയറിംഗ് കംപ്ലീറ്റ് ഇൻഫർമേഷൻ പേഷ്യൻസ് ക്ലിനിക്കൽ കണ്ടീഷൻ. ആ ഹോസ്പിറ്റലിൽ എന്തെല്ലാം കാര്യങ്ങളുണ്ട്, ആ ഹോസ്പിറ്റലിലെ ക്ലിനിക്കൽ കണ്ടീഷൻ, അവിടുത്തെ കാര്യങ്ങള്, അവിടെ ഇന്ന മാതിരി ഫെസിലിറ്റീസ് ഉണ്ട്, അവിടെ ക്യാഷ് വേണ്ട, അവിടെ ഡോക്ടേഴ്സ് ഇത്രയുണ്ട് എന്നുള്ള കാര്യങ്ങള് നമുക്കൊരു ചെറിയ ഇൻഫോം ഡയറക്റ്റ് ആയിട്ട് തരുന്നുണ്ട്. എന്തൊക്കെ അതിൽ പെടും? ട്രീറ്റ്മെന്റ് ബീയിങ് വേണ്ട, രോഗിയുടെ ക്ലിനിക്കൽ അവസ്ഥ പറയൂ, രോഗിയുടെ അവസ്ഥ എങ്ങനെ അത് പറയൂ. പിന്നെ നമ്മൾ പേഷ്യൻസിന് എന്തെല്ലാം കാര്യങ്ങള് ട്രാൻസ്ഫർ ചെയ്യാനുള്ള കാരണങ്ങൾ, നിങ്ങൾ ഇതുകൊണ്ടാണ് ഇവിടുന്ന് ട്രാൻസ്ഫർ ചെയ്യണേ, നിങ്ങൾക്ക് കൂടുതൽ ഫെസിലിറ്റി കിട്ടാൻ വേണ്ടിയാണ് നമ്മൾ ട്രാൻസ്ഫർ ചെയ്യണേ എന്നുള്ള കാര്യങ്ങൾ പറയണം. പിന്നെ ട്രാൻസ്ഫറിന്റെ രീതി, പല രീതിയിലും നമുക്ക് എങ്ങനെ ചെയ്യാം? ട്രാൻസ്ഫർ ചെയ്യാം. അതാ പറഞ്ഞത്. എന്താ മെത്തേഡ് ഓഫ് ട്രാൻസ്ഫർ എന്ന് പറഞ്ഞത്? എന്താ, പല രീതിയിലും ട്രാൻസ്ഫർ ചെയ്യാം. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ പേഷ്യൻസിന് പറഞ്ഞു കൊടുക്കണം. നമ്മൾ ഇങ്ങനെ, ചിലവര് സ്വന്തം ഇഷ്ടത്തിൽ പോകും, അവർക്ക് ഈ ഹോസ്പിറ്റൽ വേണ്ട, ഞങ്ങൾക്ക് ട്രാൻസ്ഫർ വന്നാൽ മതി. നമ്മളെല്ലാ ഫോമിലും കൺസെന്റ് എഴുതുമ്പോൾ പ്രത്യേകം എടുത്തെഴുതും, ഈ പേഷ്യന്റ് സ്വന്തം പറഞ്ഞിട്ട് അറ്റ് റിക്വസ്റ്റിൽ പോണാണ്, ഈ പേഷ്യന്റിനെ ഞങ്ങൾ ഇവിടുന്ന് ട്രാൻസ്ഫർ ചെയ്യണതാണ്, ഇവിടെ അതിനുള്ള ഫെസിലിറ്റി ഇല്ല, കൂടുതൽ ഫെസിലിറ്റി കിട്ടാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ഈ ഹോസ്പിറ്റലിൽ നിന്ന് ട്രാൻസ്ഫർ ചെയ്യണാണ്. അങ്ങനെ കൺസെന്റ് പലതരം നമ്മൾ എഴുതി മേടിക്കും. ഓക്കെ, പേഷ്യൻസിന്റെ ആ സമയത്തെ അവസ്ഥ അനുസരിച്ച് എങ്ങനെയാണോ പേഷ്യന്റ് പോണത് അങ്ങനെ അവസ്ഥ അനുസരിച്ചാണ് നമ്മൾ കൺസെന്റ് മേടിക്കുന്നത്. ഓക്കെ, പിന്നെന്താ പറഞ്ഞേ? ട്രാൻസ്ഫറിന്റെ രീതി, ട്രാൻസ്ഫർ ചെയ്യണ ടൈം, ട്രീറ്റ്മെന്റ് ബീയിങ് ഗിവൻ, ട്രാൻസ്ഫർ റീസൺ ഫോർ ട്രാൻസ്ഫർ, മെത്തേഡ് ഓഫ് ട്രാൻസ്ഫർ ആൻഡ് ടൈം ലൈൻ. നമ്മൾ ടൈം മേടിക്കണം, ഏത് സമയത്താണ് പേഷ്യന്റ് ഇവിടുന്ന് പോകുന്നത്. പിന്നെ റിട്ടൺ ഡോക്യുമെന്റ്, ഇതെല്ലാം നമ്മള് കറക്റ്റ് എഴുതി തയ്യാറാക്കണം. അവരെ കൊണ്ട് നേരിട്ട് സംസാരിച്ച് ഷിഫ്റ്റ് ചെയ്യണ കാര്യങ്ങളൊക്കെ പറഞ്ഞു, ആ ഹോസ്പിറ്റലിന്റെ കാര്യങ്ങളെല്ലാം പറഞ്ഞതിന് ശേഷം പേഷ്യൻസ് എങ്ങനെയാണ് ട്രാൻസ്ഫർ ചെയ്യണത്, ഏത് സമയത്ത്, എന്തുകൊണ്ടാണ് എന്നുള്ള എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ എന്ത് ചെയ്യണം? എഴുതി ഡോക്യുമെന്റ്സ് തയ്യാറാക്കണം. അതിൽ ആ ഡോക്യുമെന്റ്സിലാണ് കൺസെന്റ് ആയിട്ട് പേഷ്യന്റ് സൈൻ ചെയ്യണത്. നമ്മൾ മൂന്നാമത് പറഞ്ഞു പേഷ്യൻസ് റിട്ടൺ ഡോക്യുമെന്റിൽ സൈൻ ചെയ്യണമെന്ന് പറഞ്ഞു. ആ ഡോക്യുമെന്റില് എന്തെല്ലാം കാര്യങ്ങൾ ഉണ്ടായിരിക്കണം? പേഷ്യൻസിന്റെ മെത്തേഡ് ഓഫ് ട്രാൻസ്ഫർ, ക്ലിനിക്കൽ ട്രാൻസ്ഫർ, ടൈം ലൈൻ ട്രാൻസ്ഫർ, ഇതെല്ലാ കാര്യങ്ങളും എന്തിലുണ്ടായിരിക്കണം? ഈ ട്രാൻസ്ഫർ ചെയ്യണ ഈ ഡയറക്ട് ഫോമിൽ ഉണ്ടായിരിക്കണം. ഓക്കെ, അപ്പൊ ഒന്നും കൂടി പറയാം, നമ്മൾ എന്താ പഠിക്കുന്നത്? എമർജൻസി ആയ പേഷ്യൻസ്, ക്രിട്ടിക്കൽ സ്റ്റേജ് ആയ പേഷ്യന്റിന്റെ കാര്യമാണ് ഇപ്പൊ പറഞ്ഞത്. ഓക്കെ, സാധാരണ നോർമലായ പേഷ്യന്റിനെ നമ്മൾ ഇങ്ങനെ കൊണ്ടുപോകാൻ ഇത്രയും പ്രൊസീജിയർ ഇല്ല. നോർമലായ പേഷ്യന്റ് വേറെ ഹോസ്പിറ്റലിലോട്ട് പോകണം. പക്ഷെ ക്രിട്ടിക്കലായ പേഷ്യന്റ് ഇവിടെ കിടന്നാൽ ഇവിടെ അതിനുള്ള ഫെസിലിറ്റി ഇല്ല. ഈ പേഷ്യന്റ് ഇനി ഇവിടെ കിടന്നാൽ അതിന്റെ അവസ്ഥ എങ്ങനെ? കുറച്ചും കൂടി കൂടും, അല്ലെങ്കിൽ എക്സ്പെൻസ് ഭയങ്കര ചെലവായിരിക്കും ഈ ഹോസ്പിറ്റലിൽ കിടന്നാൽ. പേഷ്യന്റ് ഭയങ്കര സീരിയസ് ആ. ഇനി പേഷ്യൻസിന് ഇവിടുന്ന് ഇനിയും എന്തെല്ലാം കാര്യങ്ങൾ വേണം? ഒരുപാട് ക്യാഷ് ചെലവുണ്ട്. പക്ഷെ അതിനെല്ലാം ട്രീറ്റ്മെന്റ് കൊടുക്കാനും അതിനുള്ള എക്സ്ട്രാ എക്സ്പെൻസ് ചെയ്യാനും ഇവിടെ അതിനുള്ള ഇതില്ല എന്ന് വിചാരിച്ച് നമ്മൾ വേറെ ഹോസ്പിറ്റലിലോട്ട് കൊണ്ടുപോകല്. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മളോട് സീനിയർ ഫിസിഷ്യൻ സംസാരിച്ചതിന് ശേഷം നമ്മൾ തീരുമാനമെടുത്തു. എന്തെന്നാ? പുതിയ ഹോസ്പിറ്റൽ നമ്മൾ പോകുമ്പത്തിന് എന്ത് വേണം? അവരോട് നേരിട്ട് സംസാരിച്ച് റിട്ടൺ ഡോക്യുമെന്റ്സ് എന്താ തയ്യാറാക്കണം, കൺസെന്റിൽ ഒപ്പിടിപ്പിക്കണം പേഷ്യൻസിന്റെ റിലേറ്റീവ്സിനെ കൊണ്ട്. എന്തെല്ലാം കാര്യങ്ങൾ നമ്മളപ്പോ ഇതിൽ എഴുതി ചേർക്കണം? ട്രാൻസ്ഫർ ഓഫ് മെത്തേഡ്, ക്ലിനിക്കൽ ട്രാൻസ്ഫർ, ട്രാൻസ്ഫർ ടൈം ലൈന്, അങ്ങനെ എന്തെല്ലാം കാര്യങ്ങൾ ഇതിൽ പറഞ്ഞിട്ടുണ്ടോ അതൊക്കെ നമ്മൾ എഴുതി ചേർത്തതിന് ശേഷം വേണം അവരെ കൊണ്ട് കൺസെന്റ് എഴുതി ഒപ്പിടാൻ.
ലാസ്റ്റ് പോയിന്റ് ആണ് ആള് പറഞ്ഞത്. ഡയറക്റ്റ് കമ്മ്യൂണിക്കേഷൻ ബിറ്റ്വീൻ ഷിഫ്റ്റിംഗ് ആൻഡ് റിസീവിംഗ് ഫെസിലിറ്റി. ഷിഫ്റ്റ് ചെയ്യുക, നമ്മള് എന്ത് ചെയ്യാം, ആ ഹോസ്പിറ്റലിൽ നമ്മളെ ഏത് ഹോസ്പിറ്റലാണോ റിസീവ് ചെയ്യണത് ആ ഹോസ്പിറ്റലിലെ ഫെസിലിറ്റിയുടെ കാര്യങ്ങളൊക്കെ നമ്മൾ പറയാ. പിന്നെന്താ, കംപ്ലീറ്റ് ഇൻഫർമേഷൻ, പേഷ്യൻസിന്റെ ക്ലിനിക്കൽ കണ്ടീഷനെ കുറിച്ചുള്ള കംപ്ലീറ്റ് ഇൻഫർമേഷൻ, ട്രീറ്റ്മെന്റ് ബീങ് ഗിവൻ, റീസൺ ടു ട്രാൻസ്ഫർ മെത്തേഡ്, ടൈം ലൈന്, അങ്ങനത്തെ എല്ലാ കാര്യങ്ങളും റിട്ടൺ ആയിട്ട് ഡോക്യുമെന്റിൽ എഴുതി കൺസെന്റ് എഴുതി ഒപ്പിടിക്കണം. ഈ 4 കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. ഓക്കെ, എല്ലാവരും ഒന്ന് വായിച്ചു നോക്കി. ഒരു 2 മിനിറ്റ് തരാം, വേഗം ഒന്ന് വായിച്ചു നോക്കി എല്ലാവരും. ഓക്കെ അല്ലേ? ഓക്കെ, ഡൗട്ട് ഒന്നുമില്ലല്ലോ, മനസ്സിലായില്ലേ? ഓക്കെ ഓക്കെ ഓക്കെ. ഇനി നെക്സ്റ്റ് എന്താ, നമ്മൾ ഒന്നാമത്തെ ഡിസിഷൻ ആണ് പറഞ്ഞത്. എമർജൻസി ആയ പേഷ്യൻസിനെ നമ്മൾ ഹോസ്പിറ്റലിൽ കൊണ്ടുപോണ കാര്യങ്ങളെ കുറിച്ച് പറഞ്ഞപ്പോ നമ്മൾ ഡിസിഷൻ എടുക്കുന്ന കാര്യം 4 ഡിസിഷൻ പറഞ്ഞു. ഇനി പറയണ എന്താ, പ്രീ ട്രാൻസ്ഫർ സ്റ്റെറിലൈസേഷൻ ആൻഡ് പ്രിപ്പറേഷൻ. നമ്മള് പ്രീ ട്രാൻസ്ഫറിന് മുമ്പ് നമ്മൾ പേഷ്യൻസിനെ ട്രാൻസ്ഫർ ചെയ്യണം. അതിനു മുമ്പ് നമ്മൾ എന്തെല്ലാം കാര്യങ്ങൾ സ്ഥിരതയോടുകൂടി നമ്മൾ തയ്യാറെടുക്കണം, പ്രിപ്പറേഷൻ ചെയ്യണം. പേഷ്യൻസിന്റെ കാര്യത്തിൽ നമ്മൾ എന്തെല്ലാം കാര്യങ്ങൾ നോക്കിയിട്ട് വേണം ട്രാൻസ്ഫർ ചെയ്യാൻ. വെറുതെ ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റില്ല. പേഷ്യൻസ് ഇവിടെ ഇരിക്കുന്ന കണ്ടീഷൻ എങ്ങനെ, എമർജൻസി പേഷ്യന്റ്, സീരിയസ് ആയ പേഷ്യന്റ് ആണ്. ഓക്കെ, അപ്പൊ നമ്മൾ അതിന്റെ കുറച്ച് കാര്യങ്ങൾ നല്ലോണം ശ്രദ്ധിക്കണം. ട്രാൻസ്ഫറിന് മുമ്പ്, ആ പേഷ്യന്റ് ട്രാൻസ്ഫറിന് മുമ്പ് നമ്മൾ ഇനി ആ പേഷ്യൻസിന് ഇവിടെ വെച്ച് എന്തെങ്കിലും സംഭവിച്ചാലോ, നമ്മൾ ട്രാൻസ്ഫർ ആക്കിയാണ് ഈ പേഷ്യൻസിനെ കൊണ്ടുപോവേണം എന്ന് വിചാരിച്ച് നമ്മൾ ആ പേഷ്യൻസിന്റെ കാര്യങ്ങളൊക്കെ മൈൻഡ് ചെയ്യാണ്ടിരിക്കാൻ പറ്റില്ല. ട്രാൻസ്ഫർ ചെയ്ത് ഇവിടെ നിന്ന് ആ ഹോസ്പിറ്റലിൽ എത്തണ വരെ നമുക്ക് ഉത്തരവാദിത്വമുണ്ട്. അപ്പൊ അതിന്റെ പ്രിപ്പറേഷൻസ് കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. എന്താ, a proper and clear preparation and equilibrium of the patient should be done prior to transfer to prevent any hostile events or deterioration worsening of the patient's clinical condition. The patient should be properly revived and balanced to the maximum extent possible without wasting undue time. In the course of preparation, patient's ABC and G, that is airway, breathing, circulation and disability should be examined and any connected cerebral problems should be rectified. In this context, the use of pre-transfer checklist helpful. എന്താ ഇതില് കുറെ പറഞ്ഞിട്ടുണ്ട്, അത്ര ഒന്നുമില്ല. നമ്മള് പേഷ്യൻസിനെ നോക്കുമ്പോ മെയിൻ ആയിട്ട് 4 കാര്യങ്ങൾ നോക്കിയാൽ മതി. ABCD. നമ്മൾ പേഷ്യൻസിനെ ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ മെയിൻ ആയിട്ട് എന്ത് നോക്കണം, 4 കാര്യങ്ങൾ. അതാണ് ABCD. എന്ന് വെച്ചാൽ എയർവേ, ശ്വാസനനാളം. പേഷ്യൻസിന്റെ ശ്വാസനനാളം നോക്കണം.
ഡി എന്ന് വെച്ചാൽ എന്താ? ഡി എന്ന് വെച്ചാൽ ബ്രീത്തിങ്, ശ്വസനം. ശ്വാസം ഉണ്ടോ, ശ്വാസം എടുക്കാൻ പറ്റുന്നുണ്ടോ എന്നുള്ളത്. അപ്പൊ ഫസ്റ്റ് നമ്മള് ശ്വസനം നാളം നോക്കാം, സെക്കൻഡ് ബ്രീത്തിങ് ശ്വസനം നോക്കാം, തേർഡ് സി എന്താ? സർക്കുലേഷൻ. സർക്കുലേഷൻ ബ്ലഡ് ഇങ്ങനെ നല്ലോണം പാസ് ചെയ്യണ്ട, രക്തചംക്രമണം പറയും. ബ്ലഡ് സർക്കുലേഷൻ. സർക്കുലേഷൻ എങ്ങനെ? ബ്ലഡ് നല്ല രീതിയിൽ പാസ് ചെയ്യുന്നുണ്ടോ, അതോ പതുക്കെ പതുക്കെ ക്ലോട്ട് ചെയ്ത് അവിടെ നിൽക്കുന്നുണ്ടോ, അത് നമ്മൾ ശ്രദ്ധിക്കാം. ലാസ്റ്റ് പോയിന്റ് ഡി ആണ്. ഡി എന്താ? ഡിസബിലിറ്റി. പേഷ്യന്റിന് എന്തെങ്കിലും വൈകല്യം ഉണ്ടോ എന്ന് നോക്കാം. നമ്മൾ ട്രാൻസ്ഫർ ചെയ്യണമെങ്കിൽ ഈ 4 കാര്യം മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ഈ പാരാഗ്രാഫ് ഇങ്ങനെ വലിച്ചു നീട്ടി പറഞ്ഞിട്ട് അതൊന്നും നമ്മൾ പഠിക്കണ്ട. പേഷ്യൻസിന് നമ്മൾ ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ 4 കാര്യങ്ങൾ ശ്രദ്ധിക്കണം. ABCD: എയർവേ, ബ്രീത്തിങ്, സർക്കുലേഷൻ ആൻഡ് ഡിസബിലിറ്റി. അതാണ് അതിൽ പറഞ്ഞത്. ഒന്ന് നോക്കാം. ഫസ്റ്റ് എന്താ? നമ്മളൊരു പേഷ്യന്റിനെ ട്രാൻസ്ഫർ ചെയ്യണം. നമ്മൾ പറഞ്ഞു. രണ്ടാമത്തെ പോയിന്റ് എങ്ങനെ? നമ്മൾ തയ്യാറെടുക്കണ്, പ്രിപ്പറേഷൻ ചെയ്യണ്. പേഷ്യൻസിനെ എങ്ങനെ ട്രാൻസ്ഫർ ചെയ്യണം എന്നുള്ളത് നമ്മൾ പ്രിപ്പറേഷൻ ചെയ്യണ്. അതിലെങ്ങനെ? നമ്മളൊരു പേഷ്യന്റിനെ ട്രാൻസ്ഫർ ചെയ്യുന്നതിന് മുമ്പ് പേഷ്യൻസിനെ നമ്മൾ ക്ലിയർ പ്രിപ്പറേഷൻ ചെയ്യണം. ക്ലിയർ ആയിട്ട് പ്രിപ്പറേഷൻ ചെയ്യണം. ഇക്വിലിബ്രിയം ഓഫ് ദ പേഷ്യന്റ് എന്ന് വെച്ചാൽ ഇക്വിലിബ്രിയം എന്താ? പേഷ്യൻസിന്റെ ഒരു ബാലൻസ് അല്ലെങ്കിൽ തുല്യഭാവം, ബാലൻസ് തുല്യമായിട്ട് കറക്റ്റ് ഒരു അല്ല ക്ലിയർ ആ പേഷ്യൻസിന്റെ കണ്ടീഷൻസ് അല്ല വെൽ കണ്ടീഷൻ. അങ്ങനെ അതാണ് അതിന്റെ ശരിക്കും വേണ്ടത്. എന്താ പറയാ, പേഷ്യൻസിന്റെ നല്ലൊരു സമനില, ആ പേഷ്യൻസിന്റെ അവസ്ഥ, ആ പേഷ്യൻസിന്റെ സമനില എന്ന് വെച്ചാൽ സമനില ഒരു പേഷ്യൻസ് എങ്ങനെ നല്ല ബോധത്തോടു കൂടി പേഷ്യൻസ് അങ്ങനെയാണ് അവിടെ പറയണത്, അവിടെ അർത്ഥം വേണ്ടത്. അപ്പൊ നമ്മള് പ്രോപ്പർ ആയിട്ട് നമ്മൾ ക്ലിയർ പ്രിപ്പറേഷൻ എടുക്കണം. പേഷ്യൻസിന്റെ സമനില എങ്ങനെയാണ്, ആ പേഷ്യൻസിന്റെ കണ്ടീഷൻ, ആ പേഷ്യൻസ് നല്ല കണ്ടീഷൻ നല്ല ബോധത്തോടു കൂടിയാണോ, ഷുഡ് ബി ഡൺ എന്താ പ്രിയർ ടു ട്രാൻസ്ഫർ. ട്രാൻസ്ഫറിന് മുമ്പ്. പ്രിയർ എന്ന് വെച്ചാൽ എന്താ? പ്രിയർ എന്ന് വെച്ചാൽ ട്രാൻസ്ഫറിന് മുമ്പ്. ടു പ്രിവെന്റ് നമ്മൾ നോക്കണം മെനി ഹാസ്റ്റൈൽ ഇവന്റ്സ്, ഡിറ്ററേഷൻ, വേഴ്സണിംഗ് ഓഫ് ദ പേഷ്യന്റ്, ക്ലിനിക്കൽ കണ്ടീഷൻ. എന്ന് വെച്ചാൽ നമ്മള് തിടുക്കത്തില് ആ പേഷ്യൻസിന് നമ്മൾ എല്ലാ കാര്യങ്ങളും പെട്ടെന്ന് നമ്മൾ ഇങ്ങനെ ട്രാൻസ്ഫർ കേൾക്കുമ്പോൾ തന്നെ പെട്ടെന്ന് ഓടി വന്ന് നിങ്ങൾക്ക് ഇന്ന ഹോസ്പിറ്റലിൽ പോവാം, വേഗം 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 തിടുക്കത്തിലില്ല. അങ്ങനെ ഒന്നും ചെയ്യാതെ നമ്മൾ വേഴ്സണിംഗ് ഓഫ് ദ പേഷ്യന്റ്, ക്ലിനിക്കൽ കണ്ടീഷൻ, ആ ക്ലിനിക്കൽ ആരോഗ്യപരമായ ഹോസ്പിറ്റലിന്റെ കണ്ടീഷൻ എങ്ങനെയാണോ ആ പേഷ്യൻസിന്റെ ഇതനുസരിച്ച് വേണം നമ്മൾ ആ പേഷ്യൻസിന് കറക്റ്റ് എല്ലാ കാര്യങ്ങളും ചെയ്യാനായിരിക്കും. അതിന് ഓരോ അടക്കം ചിട്ടയുണ്ട്. അതാണ് ABCD എന്ന് പറഞ്ഞത്. ഒരു അടക്കം ചിട്ടോട് കൂടി വേണം പേഷ്യൻസിനെ നമ്മൾ വേറെ ഹോസ്പിറ്റലിലോട്ട് പറഞ്ഞുവിടാൻ. ഓടി വന്നിട്ട് നിങ്ങൾക്ക് പോകാനുണ്ട്, വേഗാട്ടെ, അങ്ങനെയാണ് ഇങ്ങനെയാണ്, ഇങ്ങനെ ചെയ്യണം പറഞ്ഞാൽ നമ്മൾ പെട്ടെന്നല്ല, നല്ല കറക്റ്റ് ആയിട്ട് വേണം പേഷ്യൻസിന്റെ എല്ലാ കാര്യം. എമർജൻസി പേഷ്യന്റ് ആണ്, പേഷ്യൻസിന് എമർജൻസി പേഷ്യൻസിന്റെ എന്തായിരിക്കും അവസ്ഥ? ആ പേഷ്യൻസിന് ഏത് സമയത്തും എന്തും സംഭവിക്കാം. നമ്മുടെ ഇവിടെ ഹോസ്പിറ്റലിൽ നിന്ന് പോകണതിന് മുമ്പായാലും ആ പേഷ്യന്റിന് എന്ത് സംഭവിക്കാം. ഇത്രയും ക്രിട്ടിക്കൽ സ്റ്റേജിൽ കിടക്കുന്ന പേഷ്യൻസാ. പേഷ്യൻസിന് ചിലപ്പോ ബോധം ഉണ്ടാവില്ല, അബോധാവസ്ഥയിലായിരിക്കും. അതാ പറഞ്ഞ ഇക്വിലിബ്രിയം ഓഫ് പേഷ്യന്റ്. ആ പേഷ്യന്റിന്റെ സമനില ആകെ ഇതിലായിരിക്കും. അപ്പൊ അങ്ങനെയുള്ള ഇതായിരിക്കും പേഷ്യൻസിന്റെ ആ ഒരു കണ്ടീഷൻ. അപ്പൊ എന്താ നമ്മൾ ചെയ്യാ? രോഗിയുടെ ആ സമയത്ത് ട്രാൻസ്ഫർ ചെയ്യുന്നതിന് മുമ്പ് പേഷ്യൻസിനെ ശരിയായിട്ട് നമ്മൾ എന്ത് ചെയ്യണം? തയ്യാറെടുക്കണം, പ്രിപ്പറേഷൻ ചെയ്യണം, ക്ലിയർ പ്രിപ്പറേഷൻ ചെയ്യണം. പിന്നെ പേഷ്യൻസിന്റെ നല്ല ആ ഒരു സന്തുലിതമായ ആ ഒരു ഇത് പേഷ്യൻസിന് എന്ത് ചെയ്യണം? സമനില നമ്മൾ എന്ത് ചെയ്യണം? ഷുഡ് ബി ഡൺ ട്രാൻസ്ഫർ ടു പ്രിവെന്റ് ഹാസ്റ്റൈൽ ഇംഗ്ലീഷ് പേഷ്യൻസ്. പേഷ്യൻസിന് നല്ല ഒരു വഷളാകാതെ, ആ ഒരു കണ്ടീഷന് മോശമാവാതെ, അതിലും മോശമാകാത്ത രീതിയിൽ നല്ല രീതിയിൽ വേണം പേഷ്യൻസിനെ നമ്മൾ തയ്യാറെടുക്കാനായിട്ട്. അതാ പറഞ്ഞ അവസ്ഥ വഷളാകാതെ ട്രാൻസ്ഫർ ചെയ്യണം. പേഷ്യന്റ് ഏത് അവസ്ഥയിലാണോ ഇരിക്കണേ ആ അവസ്ഥയിൽ തന്നെ കുറച്ചും കൂടി ബെറ്റർ ആക്കി വിടാൻ നോക്കണം. അല്ലാതെ ആ അവസ്ഥയിൽ നിന്ന് നമ്മൾ ഒന്നും കൂടി വഷളാക്കരുത്. അതിന്റെ കാര്യങ്ങൾ നമ്മൾ അതെങ്ങനെയാണ് വഷളാക്കാന്ന് പറഞ്ഞാൽ പേഷ്യൻസിന്റെ അവസ്ഥ നമ്മൾ വഷളാക്കിയെന്ന് പറഞ്ഞു. അതെങ്ങനെ? The patient should be properly revived and balanced to the maximum extended possible without wasting undue time. നമ്മൾ എങ്ങനെയാണ് പേഷ്യന്റിന്റെ അവസ്ഥ വഷളാക്കണേ? നമ്മൾ സമയം വെറുതെ കളയും. പേഷ്യൻസിനെ നമ്മളെ ട്രാൻസ്ഫർ ചെയ്യാനുള്ള പേഷ്യൻസിനെ നമ്മൾ എന്ത് ചെയ്യും? അനാവശ്യമായിട്ട് ടൈം കളയും.
അനാവശ്യമായിട്ട് നമ്മൾ ടൈം പാഴാക്കുമ്പോൾ ആ പേഷ്യൻസ് അവിടെ കിടക്കുകയാണ്. അവർക്ക് നല്ല ചികിത്സ കിട്ടാനാണ് നമ്മൾ വേറെ ഹോസ്പിറ്റലിലോട്ട് പോണത്. അപ്പൊ അതിന് നമ്മൾ ഒരിക്കലും ടൈം സ്പെൻഡ് ചെയ്യരുത്. ടൈമിന് അവിടെ ഭയങ്കര വാല്യൂ ഉണ്ട്. 1 മിനിറ്റ് ആയാലും നമ്മൾ അതിന് നേരത്തെ എത്തിക്കണം. കാരണം എന്താ, ആ പേഷ്യൻസിന്റെ ജീവനാണ് നമ്മള്. ഇവിടെ ക്രിട്ടിക്കൽ അവസ്ഥയിൽ കിടക്കുന്ന പേഷ്യന്റിനെ നമ്മൾ നല്ല ഒരു ഇതിലേക്ക് കൊണ്ടുപോയെങ്കിൽ 1 മിനിറ്റ് അത്രയും നേരത്തെ നമ്മൾ എത്തിക്കണം. അതാ പറഞ്ഞേ, നമ്മൾ അനാവശ്യമായിട്ട് ഭക്ഷണമാക്കരുത്. ആ പേഷ്യൻസിന്റെ അവസ്ഥ ഭക്ഷണമാക്കാതെ കറക്റ്റ് ടൈമിൽ തന്നെ നമ്മൾ അതിനുള്ള പ്രിപ്പറേഷൻ ഒക്കെ ചെയ്ത് ഒരു ടൈം വേസ്റ്റ് ചെയ്യാതെ, വിത്തൗട്ട് വേസ്റ്റിംഗ് ടൈം ഒന്നും വേസ്റ്റ് ചെയ്യാതെ വേണം നമ്മൾ പേഷ്യൻസിനെ വേറൊരു ഹോസ്പിറ്റലിലോട്ട് ട്രാൻസ്ഫർ ചെയ്യാൻ. അതിന്റെ കോഴ്സ് ഓഫ് പ്രിപ്പറേഷൻ നമ്മൾ എന്തെല്ലാം കാര്യങ്ങൾ തയ്യാറെടുക്കണം. നമ്മൾ പറഞ്ഞു പേഷ്യൻസിനെ അവരോട് നല്ല രീതിയിൽ നിന്ന് പേഷ്യൻസിന്റെ കാര്യങ്ങളൊക്കെ നല്ല ക്ലിയർ ആക്കി തയ്യാറാക്കി പ്രിപ്പയർ ആക്കിയിട്ട് വേണം നമ്മൾ വിടാൻ. പക്ഷെ അങ്ങനെ വിടുമ്പോൾ നമ്മൾ എന്തെല്ലാം കാര്യങ്ങൾ പെട്ടെന്ന് തയ്യാറാക്കണം. ഫസ്റ്റ് അതാണ് ABC എന്ന് പറഞ്ഞത്. എയർവേ നോക്കണം. പേഷ്യൻസിന്റെ ശ്വസനനാളം നല്ല ക്ലിയർ ആയിട്ടുണ്ടോ, അതിന് എന്തെങ്കിലും ഇതുണ്ടോ, അതിനുള്ള കാര്യങ്ങൾ നമ്മൾ കറക്റ്റ് ചെയ്യണം. ശ്വസനം, ബ്രീത്തിങ്, കറക്റ്റ് ബ്രീത്തിങ് എടുക്കുന്നുണ്ടോ, അത് നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കണം. അതിനുള്ള മെഷീൻസ് ഒക്കെ ഘടിപ്പിച്ചിട്ടുണ്ടാവും. നമ്മൾ എമർജൻസി പേഷ്യന്റ് എന്തായാലും പോണത് ഇതിലായിരിക്കും, ആംബുലൻസിലായിരിക്കും. ആംബുലൻസിൽ എന്തെല്ലാം കാര്യങ്ങൾ ഉണ്ടാവും, എല്ലാ കാര്യങ്ങളും ഉണ്ടാവും. അപ്പൊ കറക്റ്റ് ബ്രീത്തിങ് വിടാനും പിന്നെന്താ ബ്ലഡ് സർക്കുലേഷൻ കൂട്ടാൻ. ബ്ലഡ് സർക്കുലേഷൻ ഉണ്ടെങ്കിൽ മാത്രമേ ആ പേഷ്യന്റിന് കറക്റ്റ് ബ്രീത്തിങ് കിട്ടുള്ളൂ. അപ്പൊ ബ്ലഡ് സർക്കുലേഷന്റെ കാര്യങ്ങളൊക്കെ നമ്മൾ കറക്റ്റ് നോക്കണം. പിന്നെന്താ ലാസ്റ്റ് എന്താ പറഞ്ഞേ, എന്താ ഡിസബിലിറ്റി. ആ പേഷ്യൻസ് വല്ല അംഗവൈകല്യം വല്ല ഡിസബിലിറ്റി അങ്ങനെയുള്ള പേഷ്യൻസ് ആണെങ്കിൽ നമ്മൾ നല്ലോണം കെയർ ചെയ്യണം. ഒരു ഇത്തിരി ടൈം പോലും നമ്മൾ വേസ്റ്റ് ചെയ്യാതെ പേഷ്യൻസിനെ നമ്മൾ റെഫർ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ചെയ്യണം. ഓക്കെ, അതാ അതിൽ പറഞ്ഞത്. എന്താ പറഞ്ഞേ, പ്രീ ട്രാൻസ്ഫർ സ്റ്റെബിലൈസേഷൻ ആൻഡ് പ്രിപ്പറേഷൻ എന്ന് വെച്ചാൽ എന്താ, ഒന്നുമില്ല, പേഷ്യൻസിനെ നമ്മൾ കറക്റ്റ് ആയിട്ട് നമ്മളുടെ ടൈം ഒന്നും സ്പെൻഡ് ചെയ്യാതെ, പേഷ്യൻസിന്റെ ടൈം ഒന്നും വേസ്റ്റ് ആക്കാതെ നമ്മൾ കറക്റ്റ് ടൈമിൽ തന്നെ പേഷ്യൻസിനെ വേറെ ഹോസ്പിറ്റലിലോട്ട് നമ്മൾ അയക്കണം. അത് കറക്റ്റ് നമ്മൾ ചെക്ക് ചെയ്യേണ്ടത്. ക്ലിയർ ആയിട്ട് പ്രിപ്പറേഷൻ ചെയ്യേണ്ട 4 കാര്യങ്ങളാണ്. നമ്മൾ ക്ലിയർ ആയിട്ട് പ്രിപ്പറേഷൻ ചെയ്യേണ്ടത് 4 കാര്യം. ഫസ്റ്റ് വൺ എയർവേ, ബ്രീത്തിങ്, പിന്നെന്താ സർക്കുലേഷൻ, ഡിസബിലിറ്റി. ഈ 4 കാര്യം നമ്മൾ കറക്റ്റ് ശ്രദ്ധിക്കണം. കറക്റ്റ് നോർമൽ ആവാൻ നമ്മൾ അതിനുള്ള കാര്യങ്ങൾ കറക്റ്റ് ചെയ്യണം. ആ ഹോസ്പിറ്റലിൽ എത്തണ വരെ ഈ 4 കാര്യങ്ങൾ വേണം നമ്മൾ ശ്രദ്ധിക്കാൻ. ഓക്കെ, അതിന് നമ്മൾ ഒരു ടൈം പോലും സ്പെൻഡ് ചെയ്യാതെ വിടണം. അതാണ് ആ പാരാഗ്രാഫിൽ പറഞ്ഞേക്കണേ. പിന്നെ നമ്മൾ പേഷ്യൻസിനെ by connected cerebral problem should be rectified in the contested issues helpful. എന്താ പറഞ്ഞേ, നമ്മൾ ഇങ്ങനെ പേഷ്യൻസിന്റെ ഡിസബിലിറ്റി ഒക്കെ ചെക്ക് ചെയ്തു, കറക്റ്റ് എല്ലാ കാര്യങ്ങളും നോക്കി. പിന്നെന്താ, പേഷ്യൻസിന് എന്തെങ്കിലും കറക്റ്റ് ആയിട്ട് എന്താ പറഞ്ഞേ പ്രോബ്ലംസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ, പേഷ്യൻസിന് എന്തെങ്കിലും ഈ രോഗമായിട്ട് ബന്ധപ്പെട്ട് രോഗമായിട്ടുള്ള പേഷ്യന്റ് പോണത് എന്തെങ്കിലും ഭയങ്കര ഇഷ്യൂസ് ആയിട്ട് ക്രിട്ടിക്കൽ സ്റ്റേജിലാണ് പേഷ്യന്റ് പോണത്. അപ്പൊ ആ ഹെൽത്തി പരമായിട്ട് ആ പേഷ്യൻസിന് എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടാവും, പ്രശ്നങ്ങൾ ഉണ്ടാവും. അപ്പൊ അതൊക്കെ നമ്മൾ എന്ത് ചെയ്യണം, ആ സമയത്ത് കറക്റ്റ് നമ്മൾ പരിഹരിച്ചു വിടണം. നമ്മൾ ആ കറക്റ്റ് റെക്ടിഫൈഡ്. എന്നിട്ട് എന്ത് ചെയ്യണം, ട്രാൻസ്ഫറിന്റെ ചെക്ക് ലിസ്റ്റ് സഹായിക്കണം. അവർക്ക് പോകാനുള്ള എല്ലാ കാര്യത്തിലും ഈ സാഹചര്യം നമ്മൾ പേഷ്യൻസിനെ ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടിയിട്ട് ചെക്ക് ലിസ്റ്റ് എല്ലാം ചെക്ക് ചെയ്യാം. കറക്റ്റ് ഒക്കെ ഉണ്ടോ എന്നുള്ള കാര്യങ്ങളെല്ലാം ക്ലിയർ ചെയ്ത് നമ്മൾ അവരെ ഹെൽപ്പ് ചെയ്യണം അവിടെ നിന്ന്. എന്നിട്ട് വേണം പേഷ്യൻസിനെ ആംബുലൻസ് കയറ്റി വിടാനായിട്ട്. ആ പേഷ്യൻസ് അവിടെ എത്തണ വരെ നമുക്ക് ഉത്തരവാദിത്വമുണ്ട്. ഓക്കെ, പേഷ്യൻസ് ആംബുലൻസിൽ പോയി അവിടെ എത്തി അവിടുത്തെ ഡോക്ടർ പേഷ്യന്റിനെ ഹാൻഡ് ഓവർ ചെയ്യണ വരെ ഇവിടെ നമുക്ക് ഉത്തരവാദിത്വമുണ്ട്. ചിലപ്പോ നമ്മൾ ഇവിടുന്ന് ഹോസ്പിറ്റലിൽ നിന്ന് ആംബുലൻസിൽ കയറി എമർജൻസി ഉള്ള പേഷ്യന്റ് ആണെങ്കിലോ നമ്മുടെ ഹോസ്പിറ്റലിൽ നിന്നായിരിക്കും ആംബുലൻസ് പോണത്. അപ്പൊ ഇവിടുന്ന് നഴ്സുമാര് ഒരു സീനിയർ നഴ്സ് കയറി ആ ആംബുലൻസിൽ കയറി പോകും. എന്നിട്ട് അവിടെ ചെന്ന് ആ പേഷ്യൻസിനെ അവിടുത്തെ ഡോക്ടറുടെ കയ്യിൽ ഹാൻഡ് ഓവർ ചെയ്ത് കാര്യങ്ങളൊക്കെ പറഞ്ഞ്, നമ്മളത് മുമ്പ് പഠിച്ചിട്ടുണ്ട്, വാക്കാല് എല്ലാ കാര്യവും അവിടുത്തെ സീനിയർ നഴ്സിനെ അല്ലെങ്കിൽ ഫിസിഷ്യനെ, ഇത് ഏത് ഡോക്ടറാണോ പേഷ്യന്റിനെ നോക്കണം അവിടുത്തെ ഫിസിഷ്യനോട് എല്ലാ കാര്യവും പറഞ്ഞ് ഹാൻഡ് ഓവർ ചെയ്ത് നമുക്ക് ആംബുലൻസിൽ തന്നെ കയറി നമുക്ക് നമ്മുടെ ഹോസ്പിറ്റലിലോട്ട് പോരാം. ഓക്കെ, അതാ ഇവിടെ പറഞ്ഞത്. നമ്മളെല്ലാ കാര്യത്തിനും വേണ്ടി പ്രീ ട്രാൻസ്ഫർ ചെക്ക് ലിസ്റ്റ് ഹെൽപ്ഫുൾ. നമ്മൾ അവരെ കറക്റ്റ് എല്ലാ കാര്യങ്ങളും ചെയ്ത് നമ്മൾ അവരെ ഹെൽപ്പ് ചെയ്ത് നമ്മൾ നിൽക്കണം. ഹെൽപ്പ് ചെയ്തെന്ന് വെച്ചാൽ നമ്മളപ്പ
ആ പേഷ്യൻസിനെ അവിടെ കൊണ്ടുവന്നാക്കുക വരെ നമുക്ക് ഉത്തരവാദിത്വമുണ്ട്. അതാ പറഞ്ഞത്. ഓക്കെ, ഇനി അത് പറയേണ്ട കാര്യമില്ലല്ല. ഒന്ന് വായിച്ചു നോക്കി എല്ലാവരും. ഇനി APC എന്താന്നുള്ളതാ പറയാൻ പോണത്. ഒന്ന് വായിച്ചു നോക്കി. സ്പീഡ് കൂടിയത് ആർക്കെങ്കിലും മനസ്സിലാവാത്തതുണ്ടാ? ഓക്കെ, ഡൗട്ട് ഒന്നുമില്ലല്ലോ? ഡൗട്ട് ഒന്നുമില്ലല്ലോ? എടുക്കട്ടെ. ഓക്കെ, കിബിൻ മാത്രമേ പറയുന്നുള്ളൂ, വേറെ ആരും ഒന്നും പറയാനില്ല. പ്രകാശ്, അനു, ജോമോൾ, അൽഫിയ, നാദിർ. എടുക്കട്ടെ? മനസ്സിലായില്ലേ? ഇനി പറയണ്ടല്ല. ഓക്കെ 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 ഓക്കെ. അപ്പൊ നമ്മള് എയർവേ നമ്മൾ പറഞ്ഞു, 4 കാര്യങ്ങൾ പറഞ്ഞു. നിങ്ങൾ ഇത് ഇമ്പോർട്ടന്റ് വെറുതെ വായിച്ചാൽ മതി. നിങ്ങൾക്ക് ഇതിന്റെ മോക്ക് ടെസ്റ്റിന് എക്സാമിന് ക്വസ്റ്റ്യൻസ് വരുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഇതില് ഞാൻ ക്വസ്റ്റ്യൻസ് പറഞ്ഞില്ലല്ലോ. ഏതാ പറയാ, ഡിസിഷൻ എന്തൊക്കെയുടെ കാര്യങ്ങൾ ഞാൻ പറഞ്ഞില്ലല്ലോ. ഇതിൽ പറഞ്ഞു ഫ്രീ ട്രാൻസ്ഫർ. ഇതിലെ ക്വസ്റ്റ്യൻസ് നിങ്ങൾ ആ ABCD 4 കാര്യങ്ങളുടെ കാര്യം പറയാ. പിന്നെ എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഇത് എടുക്കുന്നത്? എന്തിനു വേണ്ടിയിട്ടാ? ബാലൻസ്ഡ് ടു ദ മാക്സിമം എക്സ്റ്റെന്റ് പോസിബിൾ വിത്തൗട്ട് വേസ്റ്റിംഗ്. സമയം നമ്മൾ കളയരുത്. വിത്തൗട്ട് വേസ്റ്റിംഗ് അൺഡ്യൂ ടൈം. അവിടെ നിന്ന് ദ പേഷ്യന്റ് ഷുഡ് ബി പ്രോപ്പർലി തുടങ്ങി അടയാളപ്പെടുത്തിക്കോ. അൺഡ്യൂ ടൈം വരെ അടയാളപ്പെടുത്തിക്കോ. ദ പേഷ്യന്റ് ഷുഡ് ബി പ്രോപ്പർലി റിവൈവ്ഡ് ആൻഡ് ബാലൻസ്ഡ് ടു ദ മാക്സിമം എക്സ്റ്റെന്റ്. അത് അവിടെ തുടങ്ങി അടയാളപ്പെടുത്താം. അതിൽ എന്തെങ്കിലും ഒരു 1 വേർഡ് ക്വസ്റ്റ്യൻസ് വരും. പിന്നെ ക്ലിനിക്കൽ കണ്ടീഷൻ ആരോഗ്യം നോക്കിയിട്ട് നമ്മൾ ക്ലിയർ പ്രിപ്പറേഷൻ ആൻഡ് ഇക്വിലിബ്രിയം. പ്രോപ്പർ ആൻഡ് ക്ലിയർ പ്രിപ്പറേഷൻ ആൻഡ് ഇക്വിലിബ്രിയം അവിടെ ഒന്ന് അണ്ടർലൈൻ ചെയ്തിട്ടോ. വരാൻ സാധ്യത നമുക്കറിയില്ല. നമ്മൾ ടോപ്പിക് അങ്ങോട്ട് കൊടുക്കുമ്പോൾ അവരാണ് ക്വസ്റ്റ്യൻസ് ഇടുന്നത്. അവർ 5 ക്വസ്റ്റ്യൻസ് എങ്ങനെയെങ്കിലും വലിച്ചിട്ടിടും. ക്വസ്റ്റ്യൻസ് വരാൻ സാധ്യതയുള്ള മാത്രമേ ഞാൻ പറയണത്. കഴിച്ചാൽ പൊട്ടാത്ത വാക്കില്ലേ, ഇക്വിലിബ്രിയം എന്നൊക്കെ പറയുന്ന വാക്ക്, അതൊക്കെയാണ് അവർക്ക് ഭയങ്കര ഇഷ്ടം. അങ്ങനത്തെ ഒക്കെ വാക്ക് നോക്കി അവർ ഇടുള്ളൂ ക്വസ്റ്റ്യൻസ്. അതൊക്കെ ചിലപ്പോ നിങ്ങൾക്ക് ഡാഷ് ഇട്ടിട്ടാ വരുള്ളൂ. അപ്പൊ അതൊക്കെ ഓർത്താൽ മതി. വേറെ ഒന്നുമില്ല അതിൽ. ആ പാരഗ്രാഫിൽ അങ്ങനെ ഒന്നുമില്ല. പിന്നെ ABC നമ്മൾ കറക്റ്റ് പഠിക്കാൻ പോകുള്ളൂ. എന്താന്നുള്ളത് നമ്മൾ പഠിക്കാൻ പോകുന്നു. ഓക്കെ, എന്ന് വെച്ചാൽ എയർവേ. എയർവേ എന്ന് വെച്ചാൽ എന്താ? നമ്മള് പേഷ്യൻസിന്റെ ഒക്കെ ക്രിട്ടിക്കൽ സ്റ്റേജ് പേഷ്യൻസിനെ കൊണ്ടുപോകുമ്പോൾ നമ്മൾ കണ്ടിട്ടുണ്ട് മൂക്കി കൂടിയൊക്കെ ട്യൂബ് ഇട്ടേക്കണത്, ശ്വസനനാള അതിൽ കൂടി ട്യൂബ് ഇട്ടേക്കണതൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. അതാണ് ശരിക്കും. അതെങ്ങനെയെന്ന് നോക്കാം. The patients with possibility of airway compromise in the course of transfer should be electively intubated with an endotracheal tube. ETT full form ചോദിക്കും. അണ്ടർലൈൻ ചെയ്യാം. ETT full form ചോദിക്കും. എന്താ? endotracheal tube. endotracheal tube. ETT. With a cup which should be fixed properly after verifying its exact position. Some patients need a properly placed nasogastric tube
in order to prevent aspiration of gastric contents during transfer. The cervical spine stabilization may be needed in some trauma patients. ഒന്നുമില്ല, നമ്മൾ ആ ട്യൂബ് ഇടുമ്പോ ഇങ്ങനെ ശ്രദ്ധിക്കണം. നമ്മൾ പറഞ്ഞു ശ്വസന നാളത്തിൽ കൂടി ക്രിട്ടിക്കൽ സ്റ്റേജ് പേഷ്യൻസിൽ നമ്മൾ കണ്ടിട്ടുണ്ടാവും, മൂക്കിൽ കൂടി ട്യൂബൊക്കെ ഇട്ട്. അവർക്ക് ഭക്ഷണം കഴിക്കാൻ പറ്റില്ല, അവർക്ക് ചവച്ചിറക്കാനോ ഭക്ഷണം കഴിക്കാനോ ഉള്ള ഇതില്ല. അവർ എമർജൻസി പേഷ്യന്റ് ആണ്. ഒരു 100-ൽ ഒരു 80% അബോധാവസ്ഥയിലായിരിക്കും എമർജൻസി പേഷ്യൻസ്. ചിലവർക്ക് ബോധമൊക്കെ ഉണ്ടെങ്കിലും അവർക്ക് അനക്കാനോ ഒന്നും പറ്റില്ല. ക്രിട്ടിക്കൽ സ്റ്റേജിൽ കിടക്കുന്ന പേഷ്യന്റ് എയർവേ. അപ്പൊ നമ്മള് അതിന്റെ ട്യൂബ് എങ്ങനെയാണ് ഇടുന്നതെന്നുള്ള കാര്യങ്ങളാണ് നമ്മൾ പറയുന്നത്. ദ പേഷ്യൻസ് വിത്ത് പോസിബിലിറ്റി ഓഫ് എയർവേ കോംപ്രമൈസ് എന്താ പറഞ്ഞേ, ഈ നമ്മൾ പേഷ്യൻസിനെ ട്രാൻസ്ഫർ ചെയ്യണം. ആ ട്രാൻസ്ഫർ ചെയ്യുന്ന സമയത്ത് പേഷ്യൻസിന് എന്ത് ചെയ്യും, നമ്മള് ഈ ട്യൂബ് ഇടും. ആ ട്യൂബാണ് എൻഡോട്രക്കിയൽ ട്യൂബ്. കോഴ്സ് ഓഫ് ട്രാൻസ്ഫർ ഇൻക്യുബേറ്റഡ് വിത്ത് ട്രക്കിയൽ ട്യൂബ് വിത്ത് കപ്പ് ഉപയോഗിച്ച്. കപ്പ് ഉപയോഗിച്ചാണ് പേഷ്യൻസിനെ നമ്മൾ എന്ത് ചെയ്യണേ, ട്യൂബ് ഇടുന്നത്. ഒരു കപ്പ് ഉപയോഗിച്ച് നമ്മൾ ഈ ട്യൂബ് ഇടും. ആ ട്യൂബിന്റെ പേര് ഓർക്കുക, എൻഡോട്രക്കിയൽ ട്യൂബ്, ETT. അപ്പൊ ട്രാൻസ്ഫർ സമയത്ത് നമ്മൾ ഈ പേഷ്യൻസിനെ എങ്ങനെ എയർവേയിൽ ശ്വസനനാളത്തിൽ നമ്മൾ ഒരു കോംപ്രമൈസ് ചെയ്യില്ല. ശ്വസനനാളം എങ്ങനെ നോക്കി അത് കറക്റ്റ് കോംപ്രമൈസ് നോക്കി ഇൻ ദ കോഴ്സ് ഓഫ് ട്രാൻസ്ഫർ അത് കറക്റ്റ് പഠിച്ചവർക്ക് മാത്രമേ അറിയുള്ളൂ. നഴ്സുമാര്, ഹെഡ് നഴ്സുമാരാണ് ഈ ട്യൂബ് ഇടുന്നത്. ചിലപ്പോ ഡോക്ടർമാരും. അതിന്റെ താഴെയുള്ള നഴ്സുമാരൊന്നും ഇട്ടിട്ടില്ല. കാരണം ശ്വസനനാളത്തിലേക്ക് ട്യൂബ് ഇട്ടിട്ട് എവിടെ എത്തണം, നമ്മളെ വയറിലെത്തണം. ഭക്ഷണം നമ്മൾ ചെല്ലണത് എവിടെയാ, അവിടെ അല്ലേ. അപ്പൊ ഈ ട്യൂബ് വഴി ഭക്ഷണങ്ങൾ കൊടുക്കുമ്പോ അതിന്റെ ഷെയർസിലേക്ക് ഒന്നും കയറാണ്ട് കറക്റ്റ് ട്യൂബ് ഇടണം. ഒരു കോംപ്രമൈസ്, നമ്മൾ അതൊരു വിട്ടുവീഴ്ച ഒന്നും നമ്മൾ അതിൽ ചെയ്യാൻ പറ്റില്ല. അത് കറക്റ്റ് അറിയണവര് മാത്രം ട്രാൻസ്ഫർ ചെയ്തിട്ട് എൻഡോട്രക്കിയൽ കപ്പ് ഉപയോഗിച്ച്, കപ്പിന്റെ കൂടെ ഒരു എൻഡോട്രക്കിയൽ ട്യൂബ് ഉപയോഗിച്ച് നമ്മൾ ഫിക്സ് ചെയ്യരുത് പ്രോപ്പർലി ആഫ്റ്റർ പൊസിഷൻ. ആ പേഷ്യൻസിന്റെ പൊസിഷൻ അനുസരിച്ച് എങ്ങനെയാണ് ആ പേഷ്യൻസിന്റെ കിടപ്പ്, ആ പേഷ്യൻസിന്റെ ഇതനുസരിച്ച് പൊസിഷൻ നോക്കിയിട്ട് വേണം നമ്മൾ ശരിയായിട്ട് കറക്റ്റ് കൃത്യമായ സ്ഥാനം. നമ്മള് ഒരു ട്യൂബ് എന്ന് പറയുന്ന ഒരു സാധനം നമ്മുടെ വായയിൽ കൂടി ഇറക്കുമ്പോൾ തന്നെ നമുക്കൊരു ചെറിയ മീനിന്റെ മുള്ള് പോലും നമ്മുടെ തൊണ്ടയിൽ കുടുങ്ങിയാൽ നമുക്ക് ഭയങ്കര ഇറിറ്റേഷൻ ആയിരിക്കും. നമ്മൾ എങ്ങനെയായിരിക്കും, ആ മീനിന്റെ മുള്ള് നമ്മുടെ തൊണ്ടയിൽ നിന്ന് പോണ വരെ നമ്മൾക്ക് ഭയങ്കര ഇറിറ്റേഷൻ ആയിരിക്കും. അപ്പൊ അതിന്റെക്കാളും നല്ലൊരു വിധം നമ്മൾ കണ്ടിട്ടുണ്ടാവും ആ ട്യൂബ് പേഷ്യൻസിന്റെ മൂക്കിൽ ഇങ്ങനെ വെച്ചിട്ട് ഇവിടെ ഫിറ്റ് ചെയ്ത് കറക്റ്റ് ചെയ്ത് വെക്കുന്ന ഒരു ട്യൂബ് നമ്മൾ കണ്ടിട്ടുണ്ടാവും. ആ ട്യൂബിന് ഒരു വിധം വണ്ണുണ്ട്, ചെറിയൊരു ട്യൂബ് ആണെങ്കിലും ഇത്രയെങ്കിലും ഉണ്ട്. അപ്പൊ ആ ട്യൂബ് നമ്മുടെ എവിടം വരെ ഇറക്കണം, ശ്വസനനാളത്തിൽ കൂടി ഇറക്കിയിടും. അപ്പൊ അത് കറക്റ്റ് നമ്മൾ ഇറക്കണം, കറക്റ്റ് ഫിക്സ് ചെയ്യണം. എക്സാക്ട് പൊസിഷൻ, കറക്റ്റ് പൊസിഷൻ നോക്കിയിട്ട് വേണം നമ്മൾ അവിടെ ഫിക്സ്ഡ് പ്രോപ്പർലി കറക്റ്റ് ആയിട്ട് ഫിക്സ് ചെയ്യാനായിട്ട്. ഓക്കെ, പിന്നെന്താ, നമ്മൾ അങ്ങനെ ചെയ്യുമ്പോൾ ചില പേഷ്യൻസിന് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. ഗ്യാസ്ട്രിക് ഉള്ള പേഷ്യൻസ് ഇത് നമ്മുടെ എവിടെ പോണേ ട്യൂബ്, വയറിലാണ് നമ്മൾ പോണത്. അപ്പൊ ഇവർ എപ്പോഴും ഭക്ഷണം കഴിക്കില്ല. ട്യൂബ് പോകുമ്പോൾ ഇവർക്ക് ട്രിപ്പ് പോണുണ്ടാവും, പക്ഷെ ഇവര് ഭക്ഷണമൊന്നും കഴിക്കലില്ല. ഈ ട്യൂബിൽ കൊടുക്കുന്ന ഫുഡ് എങ്ങനെയായിരിക്കും, ഈ മിക്സിയിലൊക്കെ അടിച്ച് ഭയങ്കര ജ്യൂസ് പോലെ ഐറ്റംസ് ആയിരിക്കും ഇവര് ട്യൂബിൽ കൊടുക്കുന്നത്. അപ്പൊ ഈ പേഷ്യൻസിന് ഓൾറെഡി എന്ത് പ്രോബ്ലം ഉണ്ടാവും, ഗ്യാസ്ട്രിക് പ്രോബ്ലം ഉണ്ടാവും. അതെവിടെ പറഞ്ഞേ, സം പേഷ്യൻസ് നീഡ് എ പ്രോപ്പർലി placed nasogastric tube in order to prevent the aspiration of gastric contents during transfer. ഈ ചില പേഷ്യൻസിന് എന്ത് ഉണ്ടാവും, ഗ്യാസ്ട്രിക് പ്രോബ്ലം ഉണ്ടാവും. ഇവര് ഭക്ഷണം കഴിക്കുന്നില്ല, നമ്മൾ ട്യൂബ് ഇട്ടാണ് ഭക്ഷണം കൊടുക്കുന്നത്. അപ്പൊ ഈ ട്യൂബ് ഗ്യാസ്ട്രിക് പ്രോബ്ലം ഉള്ള ആളുടെ വയറിലോട്ടാ ചെല്ലണത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, അത് ശരിയായിട്ട് നമ്മൾ സ്ഥാപിച്ചില്ലെങ്കിൽ, അത് അവിടെ ശരിയായിട്ട് വെച്ചില്ലെങ്കിൽ ഈ ഗ്യാസ്ട്രിക് ഉള്ള പ്രശ്നങ്ങൾ പേഷ്യൻസിന് ഭയങ്കര പ്രോബ്ലംസ് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ഓക്കെ, അപ്പൊ അങ്ങനെ വരാതിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം. അതിന് നമ്മൾ എന്ത് ചെയ്യും, മൂക്കി കൂടി ട്യൂബ് നമ്മള് നാസോഗാസ്ട്രിക് ട്യൂബ് കറക്റ്റ് ആണ് നോക്കണം. പ്ലേസ് നമ്മുടെ മൂക്കി കൂടിയുള്ള ട്യൂബാണ് നാസോഗാസ്ട്രിക് ട്യൂബ്. എന്ത് ട്യൂബാ, നാസോഗാസ്ട്രിക്. അണ്ടർലൈൻ ചെയ്തിട്ടോ, നാസോഗാസ്ട്രിക് ട്യൂബ്. ഈ ട്യൂബിനെ കുറിച്ച് നിങ്ങൾക്ക് ചോദിക്കൂ, ചിലപ്പോ ട്യൂബിന്റെ പേര് മാത്രമായിരിക്കും ചോദിക്കണേ. ഒന്നാമത്തെ എൻഡോട്രക്കിയൽ ട്യൂബ്, ETT. അത് നമ്മള് ഇൻക്യുബേറ്റഡ് ചെയ്തു വിത്ത് കപ്പുള്ള ട്യൂബാണ് ട്ടാ. കപ്പുള്ള ട്യൂബ് ഏതാ, എൻഡോട്രക്കിയൽ ട്യൂബ്. പിന്നെ ചില പേഷ്യൻസിന് ഗ്യാസ്ട്രിക് പ്രോബ്ലം ഉള്ള പേഷ്യൻസിന് ഏത് ട്യൂബായിടാ, നാസോഗാസ്ട്രിക് ട്യൂബ്.
ഗ്യാസ്ട്രിക് പ്രോബ്ലം, ചില പേഷ്യൻസിന് എന്തുണ്ടാവും, ഗ്യാസിന്റെ പ്രശ്നം ഉണ്ടാവും. അപ്പൊ നമ്മൾ ഉപയോഗിക്കുന്ന ട്യൂബ് നാസോ ഗ്യാസ്ട്രിക് ട്യൂബ്. നിങ്ങൾ അണ്ടർലൈൻ ചെയ്യാം, 2 ട്യൂബിന്റെ അടുത്ത് അണ്ടർലൈൻ ചെയ്യാം. ഗ്യാസ്ട്രിക്കിന്റെ ആണ് നാസോ ഗ്യാസ്ട്രിക്. സാധാരണ കോംപ്രമൈസ്, സാധാരണ ഉള്ള പേഷ്യൻസിന് നമ്മൾ ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ സാധാരണയായിട്ട് നമ്മൾ എടുക്കുന്ന ട്യൂബ് എൻഡോട്രക്കിയൽ ട്യൂബാണ്. പക്ഷെ ചില പേഷ്യൻസിന് ഗ്യാസിന്റെ പ്രോബ്ലം ഉണ്ടാവും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും, നാസോ ഗ്യാസ്ട്രിക് ട്യൂബ് ഇടും. പ്രിവെന്റ് ആസ്പിറേഷൻ, ഗ്യാസ്ട്രിക്കിന്റെ കണ്ടന്റിനെ നമ്മൾ പ്രിവെന്റ് ചെയ്യാനായിട്ട്. ഓക്കെ, പിന്നെന്താ പറഞ്ഞേ, പിന്നെന്താ ലാസ്റ്റ് പോയിന്റ്, ദ സെർവിക്കൽ സ്പൈൻ സ്റ്റെബിലൈസേഷൻ മേ ബി നീഡഡ് ഇൻ സം ട്രോമ പേഷ്യൻസ്. ചില ട്രോമ പേഷ്യൻസിന്, ബെഡ് റിട്ടൺ ആയ പേഷ്യൻസ്, ചില പേഷ്യൻസ് എങ്ങനെയായിരിക്കും, ഭയങ്കര ബെഡ് റിട്ടൺ ആയിരിക്കും. ബെഡിൽ തന്നെ അവർക്ക് തിരിയാന നിൽക്കില്ല. നമ്മൾ എമർജൻസി പേഷ്യൻസിന്റെ കാര്യമല്ലേ പറയണേ. എമർജൻസി പേഷ്യൻസ്, ട്രോമ പേഷ്യൻസ് അങ്ങനെയുള്ള ആണെങ്കിൽ ആ പേഷ്യൻസിന് എന്തുണ്ടാവും, അവരുടെ നട്ടെല്ല്, അവരുടെ ട്രോമ രോഗികളിൽ അവരുടെ സെർവിക്കൽ നട്ടെല്ലിന്റെ ആ ഒരു സ്ഥിരത, സ്റ്റെബിലൈസ്, അത് കറക്റ്റ് ആവില്ല. നട്ടെല്ല്, നമ്മുടെ നട്ടെല്ലേക്ക് എങ്ങനെയായിരിക്കും, നമുക്കൊക്കെ നട്ടെല്ല് നല്ല സ്ഥിരതയോടുകൂടി നേരെ നിൽക്കണോണ്ട് നമുക്ക് നേരെ നിൽക്കാം, നേരെ എണീക്കാം, നടക്കാം. പക്ഷെ ചില പേഷ്യൻസിന്റെ, ട്രോമ പേഷ്യൻസിന്റെ എന്തായിരിക്കും, സെർവിക്കൽ സ്പൈൻ സ്റ്റെബിലൈസേഷൻ ഭയങ്കര ഇതായിരിക്കും. അതുകൊണ്ട് അവരുടെ കാര്യങ്ങളൊക്കെ നീഡഡ് ഇൻ സം ട്രോമ പേഷ്യൻസ്. ട്രോമ പേഷ്യൻസിനാണ് ഇതിന്റെ കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം. ഓക്കെ, അപ്പൊ ഇവിടെ ആകെ 2 ക്വസ്റ്റ്യൻസ് വരാൻ സാധ്യതയുള്ളൂ. EPTയുടെ ഫുൾ ഫോം നോക്കാം. ആ എൻഡോട്രക്കിയൽ ട്യൂബ് കപ്പ് ഉപയോഗിച്ചിട്ടുള്ളത്. പിന്നെ ഏതാ, ഓക്കെ ഒന്നുകൂടി പറയാം. AMB എന്ന് പറയുന്നത് എന്താ, നമ്മൾ മൂക്കിൽ കൂടി ട്യൂബ് ഇടുന്നത്, ശ്വസനനാളാണ് AMB. നമ്മൾ മൂക്കിൽ കൂടി ട്യൂബ് ഇടുന്നത് എന്തിനാ, ഭക്ഷണം. മൂക്കിൽ കൂടി ട്യൂബ് ഇടാം, വായക്കൂടി ട്യൂബ് ഇടാം. 2 തരത്തില് ട്യൂബ് ഇടാം. വായക്കൂടി ട്യൂബ് ഇടുന്ന ട്യൂബ് ഏതാ, ശ്രദ്ധിച്ചിരിക്കാം, ഞാൻ സിമ്പിൾ ആയിട്ട് പറഞ്ഞുതരാം. 2 തരത്തില് നമ്മൾ ട്യൂബ് ഇടും പേഷ്യൻസിന്. എമർജൻസി പേഷ്യൻസിന് നമ്മൾ എപ്പോഴും ഓർമ്മ വേണം, നമ്മൾ പഠിക്കുന്നത് ഇപ്പൊ എമർജൻസി പേഷ്യൻസിന്റെ കാര്യമാണ്. അപ്പൊ നമ്മുടെ മനസ്സിൽ ഉണ്ടാവണം, എമർജൻസി പേഷ്യൻസ് ഇങ്ങനെ കിടക്കുകയാണ്, അബോധാവസ്ഥയിലാണ്. എമർജൻസി പേഷ്യൻസ് എങ്ങനെയായിരിക്കും, നല്ല ഓർമ്മയോട് കൂടിയാണെങ്കിലും അവർക്ക് ചലിക്കാനോ വിളിക്കാനൊന്നും പറ്റില്ല. അങ്ങനത്തെ പേഷ്യൻസിന്റെ കാര്യമാണ് പറയണത്. അപ്പൊ 2 ട്യൂബ് യൂസ് ചെയ്യും. ഒന്നാമത്തെ ട്യൂബ് ഏതാ, എൻഡോട്രക്കിയൽ ട്യൂബ്, ETT. ഓക്കെ, അത് ഏതിൽ കൂടി ഇടാം, അത് നമ്മുടെ വായയിൽ കൂടി ഇടാം. അതിൽ കൂടി ശ്വസനനാളത്തിലോട്ട് ഇടും. ഗ്യാസ്ട്രിക് പ്രോബ്ലം ഉള്ള ചില പേഷ്യൻസിന് ഇങ്ങനെ ഇടുമ്പോഴ് ഗ്യാസ്ട്രിക്കിന്റെ പ്രോബ്ലം ഉണ്ടാവും, ഗ്യാസിന്റെ പ്രശ്നം. കാരണം അവർക്ക് ഭക്ഷണങ്ങളൊന്നും നല്ല രീതിയിൽ പോണില്ല, ജ്യൂസ് ഐറ്റംസ് മാത്രമേ പോണുള്ളൂ. ആ വെള്ള ഐറ്റംസ് മാത്രമേ നമുക്ക് ട്യൂബിൽ കൂടി കൊടുക്കാൻ പറ്റുള്ളൂ. അപ്പൊ അങ്ങനെ പോണ പേഷ്യൻസിന് അത് യൂറിനലായിട്ട് പോകും. അപ്പൊ പെട്ടെന്ന് അവരെ വയറ് കാലിയാവേണ്. ഇതിന് വെള്ളം കുടിക്കും, ഈ ജ്യൂസ് ഒക്കെ വെള്ളമായിട്ട് കൊടുക്കുമ്പോ അത് വയറ്റിൽ പോകും, പിന്നെ വെള്ളമായിട്ട് അങ്ങനെ പോകും. അപ്പൊ അവർക്ക് ഗ്യാസിന്റെ പ്രോബ്ലം ഉണ്ടാവും ചില പേഷ്യൻസിന്. എല്ലാ പേഷ്യൻസിന്റെ കാര്യമല്ല, ചില പേഷ്യൻസിന്. അങ്ങനെയുള്ള പേഷ്യൻസിന് നമ്മൾ എന്ത് ഉപയോഗിക്കും, നാസോ ഗ്യാസ്ട്രിക് ട്യൂബ് ഉപയോഗിക്കും. മൂക്കിൽ കൂടി ട്യൂബ്. ഓക്കെ, നാസോ ഗ്യാസ്ട്രിക് ട്യൂബ് അവരെ പ്രിവെന്റ് ചെയ്യാനായിട്ട് എന്തിനാണ് ഉപയോഗിക്കണേ, പ്രിവെന്റ് ആസ്പിറേഷൻ ഓഫ് ഗ്യാസ്ട്രിക് കണ്ടന്റ് ഡ്യൂറിങ് ട്രാൻസ്ഫർ ചെയ്യുന്ന സമയത്ത് നമ്മളൊരു ഇത്തിരി നേരത്തിനാണ് വരുന്നത്. നമ്മുടെ ഹോസ്പിറ്റലിൽ നിന്ന് പേഷ്യന്റിനെ നമ്മൾ വേറെ ഹോസ്പിറ്റലിലോട്ട് ട്രാൻസ്ഫർ ചെയ്യാണ്. അവിടം വരെ പേഷ്യൻസ് ആംബുലൻസിൽ കിടന്ന് പോകണ്ടേ, അതിന് വേണ്ടിയിട്ട് അവിടെ ചെന്ന് കഴിഞ്ഞാൽ ആ പേഷ്യൻസിന്റെ കണ്ടീഷൻ അനുസരിച്ച് പുതിയ ട്യൂബ്, പുതിയ കാര്യങ്ങളൊക്കെ ആരിടും, ആ ഹോസ്പിറ്റലുകാർ ഇട്ടോളും. നമ്മൾ ഇവിടെ നിന്ന് പറഞ്ഞു വിടുന്ന പേഷ്യൻസ്, ആംബുലൻസിൽ ഇവിടുന്ന് പോണ പേഷ്യൻസ്, നമ്മൾ അവിടം വരെയും ആ പേഷ്യൻസിന് നമ്മൾ പറഞ്ഞു കണ്ടീഷൻസ് ഒക്കെ കറക്റ്റ് ആയിരിക്കണം. നമ്മൾ ഇവിടെ നിന്ന് പറഞ്ഞു വിടുന്ന പേഷ്യൻസിന് അവിടെ ചെല്ലുമ്പോ ഒരു ബുദ്ധിമുട്ടുണ്ടാവരുത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, പ്രിവെന്റ് ആസ്പിറേഷൻ ആണ്. അവരുടെ ശ്വാസകാര്യം നമ്മൾ പ്രിവെന്റ് ചെയ്യണം. അത് ഗ്യാസ്ട്രിക് പേഷ്യൻസിന് അങ്ങനെയാണ് പറഞ്ഞത്. പിന്നെ 3ാമതൊരു പോയിന്റ് പറഞ്ഞെന്താ, സെർവിക്കൽ ട്രോമ പേഷ്യൻസ്. ചില പേഷ്യൻസിന് ട്രോമ പേഷ്യൻസ് എന്ന് വെച്ചാൽ കിടപ്പായ സ്പൈനൽ കോഡ്, നമുക്ക് വാക്യുലർ സ്പൈനൽ കോഡ് ഉണ്ട്, സെർവിക്കൽ സ്പൈനൽ കോഡ്. അത് സ്ഥിരതയില്ലാന്ന് വെച്ചാൽ നേരെ നിൽക്കാത്തത്, നമ്മുടെ നട്ടെല്ല് എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനത്തെ ഉള്ള പേഷ്യൻസിന് നമ്മൾ കറക്റ്റ് നോക്കണം. വി നീഡഡ് സം ട്രോമ പേഷ്യൻസ് ഏറ്റവും കൂടുതൽ നമ്മൾ ഇങ്ങനെ ആവശ്യമുള്ളത്.
സെർവിക്കൽ പേഷ്യൻസിനാണ് നമ്മള് സെർവിക്കൽ സ്പൈൻ സ്റ്റെബിലൈസ് ചെയ്ത് പോകേണ്ടത്. ആവശ്യമുള്ളത് ആർക്കാ? ട്രോമ പേഷ്യൻസിന്. നിങ്ങൾ അവിടെ ഒരു ക്വസ്റ്റ്യൻ വരും, ദ സെർവിക്കൽ സ്പൈൻ സ്റ്റെബിലൈസേഷൻ മേ ബി നീഡഡ് ചോദിക്കും. ആർക്കാ നീഡഡ്? ട്രോമ പേഷ്യൻസിന്. സാധാരണ പേഷ്യൻസ് അല്ല, ട്രോമ പേഷ്യൻസിന്. അതൊരു അണ്ടർലൈൻ ചെയ്തോ, അതൊരു ക്വസ്റ്റ്യൻസ് ആവാൻ സാധ്യതയുണ്ട്. ഓക്കെ, ഉമ്മൈബാക്ക് മനസ്സിലായ? ഉമ്മൈബ അല്ലെ മെസ്സേജ് ഇട്ടത് ഒന്നുകൂടി പറയുന്നു. ഓക്കെ, ഇനി ഒന്ന് എയർവേ ഒന്ന് വായിച്ചു നോക്കി. ഇനി ബ്രീത്തിങ്ങും സർക്കുലേഷനും എടുക്കാൻ ടൈം ഇല്ല, 3 മിനിറ്റ് ഉള്ളൂ. അടുത്ത ക്ലാസ്സിൽ എടുക്കാം ബ്രീത്തിങ്ങും സർക്കുലേഷനും. പിന്നെ നമ്മൾ അടുത്ത ക്ലാസ്സിൽ എന്തോരം ഉണ്ട്? ഡിസബിലിറ്റി, ന്യൂറോളജിക്കൽ സ്റ്റാറ്റസ് ഉണ്ട്, മോഡ് ഓഫ് ട്രാൻസ്ഫർ ഉണ്ട്. നിങ്ങൾക്ക് എക്സാം എന്താണെന്ന് എന്തെങ്കിലും പറഞ്ഞു തരുന്ന? എക്സാം എന്താണെന്ന് എന്തെങ്കിലും പറഞ്ഞു തരുന്ന? ഇല്ല. നിങ്ങളെ ഏത് മാസത്തോടെ നിങ്ങൾ ജോയിൻ ചെയ്തത്? ജൂൺ. ഓക്കെ, ജനുവരിയോടുകൂടി എക്സാം ഉണ്ടാവും. ഓക്കെ, ജനുവരിയോടുകൂടി എക്സാം ഉണ്ടാവും. നമുക്ക് ഡിസംബറോടുകൂടി എല്ലാ പോർഷനും തീർക്കണം, റിവിഷനും കഴിയണം. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് ജനുവരിയോടുകൂടി എക്സാം ഉണ്ടാവും. ഓക്കെ, വേറെ ഡൗട്ട് ഒന്നും ഇല്ലല്ലോ ആർക്കും? നമ്മൾ ഇന്ന് എന്തോരം എടുത്ത് എവിടം വരെ എടുത്ത്? നമ്മളിന്ന് ഈ എലമെന്റ്സിന്റെ ഫസ്റ്റ് ഡിസിഷൻ കഴിഞ്ഞു. ഫ്രീ ട്രാൻസ്ഫറിന്റെ എയർവേ മാത്രം ആയിട്ടുള്ളൂ അല്ലെ? കുറച്ച് നീങ്ങിയുള്ളൂ. എല്ലാവരും വായിക്കട്ടാ. എല്ലാവരും വെറുതെ വായിച്ചൊക്കെ നോക്കാം. ചുമ്മാ വായിച്ചു നോക്കിയാൽ മതി, മനസ്സിലാവും. മോക്ക് ടെസ്റ്റ് നിങ്ങൾക്ക് നാളെ വരെ ആയിരിക്കും. എല്ലാവരും അറ്റൻഡ് ചെയ്യാം, വായിച്ചൊക്കെ നോക്കി അറ്റൻഡ് ചെയ്യാം. മാമിന് എത്ര പോർഷൻ കൂടെ ഉണ്ട് എടുക്കാൻ? ഏതാ? എത്ര പോർഷൻ കൂടെ ഉണ്ട് ഇനി? എത്ര ചാപ്റ്റർ? ഇനിയിപ്പോ ഇതില് കുറച്ചുള്ളൂ. ഇതിലൊരു 2-3-4 പേജ് ഉള്ളൂ. അത് നമുക്ക് അടുത്ത ക്ലാസ് 2 ക്ലാസ് കൂടി തീർക്കാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇനി ഉണ്ടല്ലോ പോർഷൻസ്, ഇനി ഉണ്ടല്ലോ. അത് കഴിഞ്ഞിട്ട് ഇനി നമുക്ക് പഠിക്കാൻ നിങ്ങൾക്ക് ഇനി നമ്മുടെ ഡിസ്ചാർജ് പ്രോസസ്സ് തീർന്നു. ഇനി ട്രാൻസ്ഫർ ഓഫ് പേഷ്യന്റ് 2-3 ക്ലാസ്സിൽ തീരും. അത് കഴിഞ്ഞാൽ പബ്ലിക് റിലേഷൻസിന് ഹോസ്പിറ്റലുണ്ട്, മൊഡ്യൂൾ 3. പബ്ലിക് റിലേഷൻസിന് ഹോസ്പിറ്റലുണ്ട്, എത്തിക്കൽ ആൻഡ് ലീഗൽ ഇഷ്യൂസ് ഉണ്ട്. പിന്നെ മൊഡ്യൂൾ 4 ഹൗസ് കീപ്പിംഗ് ഉണ്ട്, മെഡിക്കൽ എക്വിപ്മെന്റ് ഉണ്ട്, സെൻട്രലൈസ്ഡ് മെഡിക്കൽ ഗ്യാസ് സിസ്റ്റം, മോണിറ്ററിംഗ് ഇംപ്രൂവേഷൻസ്. ഇതൊക്കെ എനിക്കുള്ളതാണ്. എനിക്ക് ഇനി എടുക്കാൻ 6 ചാപ്റ്റർ ഇനി വേറെ ഉണ്ട്. ഡിസംബറിന് മുമ്പ് തീർക്കണം, ജനുവരിക്ക് മുമ്പ് തീർക്കണം. നിങ്ങൾ കൂടെ നിന്നാ മതി, കിട്ടില്ലേ? ഓക്കെ, എന്നാ ക്ലാസ് വൈൻഡപ്പ് ചെയ്യട്ടെ. ഓക്കെ, താങ്ക് യു മാം. വെൽക്കം.